നമുക്ക് തെറ്റും. മുമ്പൊക്കെ ടെക്സ്റ്റ് ബേസ്ഡുള്ള, അതായത് ടെക്സ്റ്റിൽ കൊടുത്ത ഉദാഹരണങ്ങളാണ് ക്വസ്റ്റ്യൻസിൽ കണ്ടുവന്നെങ്കിൽ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നന്നായി പഠിച്ചാൽ മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ എന്ന രീതിയിലേക്ക് ബല മാറിയിട്ടുണ്ട് ഇപ്പം. അപ്പൊ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് അൽമുർഷിദിന്റെ സ്വകാര്യ അഹങ്കാരമാണ് ഇയാള്. എന്നോട് പറഞ്ഞേക്കണത് ഇൻട്രൊഡക്ഷൻ കൊടുക്കരുത്, ഇൻട്രോ പറയരുത് എന്നാണ്. അതാണ് ഞാൻ സമയം നോക്കി കയറിയേക്കുന്നത്. അൽമുർഷിദിന്റെ നെറ്റ് ഗ്രൂപ്പ് ഇത്തവണ നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല. മെഹബൂബ് സാറിന്റെ PhD വർക്കിലെ തിരക്കുകളും ഉണ്ട്. അല്ലെങ്കിൽ നെറ്റ് ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്നത് മെഹബൂബ് സാറാണ്, എൻ്റെ നാട്ടുകാരനാണ്. പിന്നെ അൽമുർഷിദിനെ സംബന്ധിച്ചിടത്തോളം JRF മെഹബൂബ് സാറിന് കിട്ടുന്നത് തന്നെ അൽമുർഷിദിൽ നിന്നാണ്. അതായത് അൽമുർഷിദിൽ നിന്നും മാത്രം പഠിച്ചുകൊണ്ടല്ല, കാരണം മെഹബൂബ് സാറിന്റെ ഒക്കെ അറിവ് നമുക്കൊന്നും അളക്കാൻ പറ്റൂല. എവിടുന്ന് നമ്മൾ ചോദിച്ചാലും ഉമ്മഹത്തുൽ കുത്തുബിന്റെ പേജ് നമ്പർ അടക്കം നമുക്ക് പറഞ്ഞുതരും. അങ്ങനെയുള്ള കുറെ പേരിൽ ഒരാളാണ്, അല്ലെങ്കിൽ വളരെ കുറച്ച് പേരിൽ ഒരാളാണ് മെഹബൂബ് സാറൊക്കെ. അപ്പൊ ഇവരെയൊക്കെ നന്നായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അതാ മക്കൾ നിങ്ങളോട് പറയാനുള്ള. ഇങ്ങനത്തെ ആളെ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് ഫസ്റ്റ് ഒരു കഥ പറഞ്ഞിട്ടില്ലേ, അല്ലാത്ത പാകിസ്ഥാനി എന്ന് പറഞ്ഞ കഥ. അവിടുന്ന് എന്നെ മാറ്റിയതില് കുറെ ഭാഗം പങ്ക് ഈ മെഹബൂബ് സാറിനൊക്കെ ഉണ്ട്. കാരണം ഞങ്ങള് കുറെ പേര് 10-20 പേര് കൂടിയിട്ട് 10-14 എത്രയോ പേര്, 14 തോന്നണ്ടല്ലേ, കമ്പൈൻ സ്റ്റഡി നെറ്റിന് വായിക്കാനിരിക്കുമായിരുന്നു. ആ ഗ്രൂപ്പില് 14 പേരില് ഏകദേശം 14 പേർക്കും നെറ്റും ഒരു 3-4 പേരൊഴികെ ബാക്കി എല്ലാവർക്കും JRFും കിട്ടിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ കേട്ടോ. ആ JRF കിട്ടാത്ത ബാക്കി പേരുണ്ടല്ലോ, ഒരു 6-7 പേര്, അവരൊക്കെ PSC കിട്ടി ജോലിയിൽ കയറിയവരുമാണ്. അതായത് അതിനുശേഷം ഇപ്പൊ ഈ റീസെന്റ് പറയുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും സംബന്ധിച്ചിടത്തോളം ആ ഒരു കമ്പൈൻ സ്റ്റഡി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു ഗ്രൂപ്പാണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്ന പേരുകളിലുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. വലിയ വലിയ മീൻസ് വലുതാവുന്ന PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറേറ്റ് നേടിയ ആ ഗ്രൂപ്പിലുണ്ട്. അതാണ് ആ ഒരു ഞങ്ങളുടെ ആ ഒരു കമ്പൈൻ സ്റ്റഡിയുടെ ഗുണം കൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാനൊക്കെ ഒരുപാട് മാറിയത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മെഹബൂബ് വായിൽ മണ്ണ് വാരിയിടുമെന്ന് അറിയില്ല, എന്നാൽ പോലും അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ അൽമുർഷിദിലൂടെ മെഹബൂബ് സാർ അറിയാത്തവര് പരിചയപ്പെടുകയാണ്. അപ്പൊ എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നെഹ്വാലും ബലാലും അഥവായാലും ഡൗട്ട് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരും. അതുകൊണ്ട് നമുക്കൊരു വ്യക്തിയെ കിട്ടിക്കുക, ഞാനൊരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടതിന് ആദ്യം ഞാൻ ചിന്തിക്കുക അൽമുർഷിദിൽ എങ്ങനെ ഇയാൾ ഉപയോഗപ്പെടുത്താന്ന. സത്യത്തിൽ ആരെ കണ്ടാലും ഞാൻ ആദ്യം ചിന്തിക്കുക എങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് എന്ത് ഡൗട്ടും തീർത്തി തരാനുള്ള ഒരാളായിട്ട് മെഹബൂബ് സാറെ നിങ്ങൾ കാണുക. കാരണം കഴിഞ്ഞ ക്ലാസ് എടുത്ത ആഷിഖ് സാറ് പോലും മെഹബൂബ് സാറ് എന്താ പറയാ കുറെയൊക്കെ ശിഷ്യത്തിലുള്ള ഒരാളാണ്. ആഷിഖ് സാറ് മാത്രമല്ല, ഞാനടക്കം എല്ലാവരും അടക്കം. അപ്പോൾ നന്നായിട്ട് മെഹബൂബ് സാർ ഉപയോഗപ്പെടുത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പകൽ ശല്യം ചെയ്യരുത്. PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരാനുള്ള ഒരു വ്യക്തിത്വമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇനി ഇത് കഴിയുമ്പോൾ മെഹബൂബ് സാർ ഇനി മേലെ ഈ വഴിക്ക് വരുമോ അറിയില്ല. എന്നാൽ പോലും മക്കളെ, എൻ്റെ ലക്ഷ്യങ്ങൾക്കൊക്കെ തെറ്റ് കിട്ടുക എന്നുള്ളതാണ്. അവിടെ എനിക്ക് മെഹബൂബ് സാറോടുള്ള ഒരു സൗഹൃദമോ അല്ലെങ്കിൽ സഹോദരി ബന്ധം ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാലും തെറ്റ് കിട്ടുക, അത് മെഹബൂബ് സാറ് പീനിട്ട് കിട്ടുവാണെങ്കിൽ അതങ്ങനെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏറ്റവും സ്നേഹത്തോടെ, എന്താ പറയാ, ഞാൻ പറയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അടുപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ, അത്രയേറെ ബഹുമാനത്തോടെ മെഹബൂബിനെ അല്ലെങ്കിൽ മെഹബൂബ് സാറിനെ ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين، أما بعد. اللهم ربي يسر ولا تعسر، رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وإيمانا كاملا،
ورب تمم بالخير والسعادة. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ ഫസ്ലി ടീച്ചർ, അൽ മുർഷിദ് പഠിതാക്കളെ, ആദ്യമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ്. നമ്മളിന്ന് അൽ മുർഷിദ് വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിന്റെ കേട്ടറ്റ് ക്രാഷ് കോഴ്സിന്റെ ഇൽമുൽ ബലാഗ ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. ഇതിന്റെ പിന്നിൽ അഹോരാത്രം പരിശ്രമിക്കുന്നവർക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നാഫിയായ ഇൽമ് കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്കും അവർക്കൊക്കെ തൗഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഇൽമുൽ ബലാഗ നമ്മൾ ചർച്ചയാണ്. അതിന് മുമ്പായിട്ട് 200-ലധികം പേര് ഇവിടെ ഉണ്ട്. അപ്പോ മ്യൂട്ട് ചെയ്യാന്നുള്ളത് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന് സ്നേഹത്തോടെ ഉണർത്തുകയാണ്. രണ്ടാമത്തെ വിഷയം ബലാഗയാണ്. പലരും പല സ്റ്റേജിലുള്ള ആളുകളാണ്. നമ്മൾ മാത്സ് പഠിക്കുന്നത് പോലെയാണ്. ബേസിക് അറിയുന്നവരുണ്ടാവും, ചിലപ്പോൾ തീരെ അറിയാത്തവരുണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കുറെയൊക്കെ പരിചിതമായ ആളുകൾക്ക് മടുപ്പുണ്ടായേക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരുന്ന ഒരു ചടപ്പും ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയാണ്. തീരെ അറിയാത്ത മക്കളും വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും. അവരെ കൂടി പരിഗണിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇൻഷാ അല്ലാഹ് പറ്റാവുന്നിടത്തോളം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു യുബാരിക് ഫീക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇൽമുൽ ബലാഗയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഞാൻ ആദ്യം ചില ചോദ്യങ്ങൾ ഇൽമുൽ ബലാഗയിൽ PSC, കേട്ടറ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ ചില ഭാഗങ്ങളിൽ വന്ന് ചില ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് പെട്ടെന്ന് പോകട്ടോ. നിങ്ങൾ പെട്ടെന്ന് ചാറ്റ് ബോക്സിൽ ആൻസർ ചെയ്താൽ മതി. പിന്നെ എന്താക്കേണ്ടതില്ല, ഒന്നും വിളിച്ചു പറയരുത് ദയവേത്. ഞാൻ സ്പീഡിൽ പോവും. കുറെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തെ ചോദ്യം, കാത്തിബുൻ അബ്ബാസിയൻ ഉരിഫ ബി ഖലീഫത്ത് യൗമൻ വലൈല. ഖലീഫത്ത് യൗമൻ വലൈല എന്ന പേരിൽ അറിയപ്പെട്ട അബ്ബാസി ഭരണാധികാരി അല്ലെങ്കിൽ എഴുത്തുകാരനാരി എന്നാണ് ചോദ്യം. അൽ മഹ്ദി, അൽ അമീൻ, ഇബ്നുൽ മുഅ്തസ്, അൽ മഅ്മൂൻ. യെസ്, എല്ലാവരും ഉഷാറാണ് മാഷാ അല്ലാഹ്. ഓപ്ഷൻ സി അബ്ദുല്ലാഹിബ്നു മുഅ്തസാണ്. അബ്ദുല്ലാഹിബ്നു മുഅ്തസാണ്. ഇതൊക്കെ വിശദമായി നമ്മൾ പറയൂ കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, അൽ ഇൽമു അല്ലദി യബ്ഹസു ഫി തഹ്സീനിൽ കലാമിൽ ലഫ്ളി വൽ മഅനവി അറഫൽ ഉലമാഉ ഹക്കദ. ഏത് ജ്ഞാനശാഖയാണ് പണ്ഡിത ലോകം ഇപ്രകാരം നിർവചിച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഇൽമുൽ അറൂദ്, ഇൽമുൽ ബദിഅ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി. അൽ ഇൽമു അല്ലദി യബ്ഹസു ഫി തഹ്സീനിൽ കലാമിൽ ലഫ്ളി വൽ മഅനവി. യെസ്, ഇൽമുൽ ബദിഅന്റെ നിർവചനമാണ് കേട്ടോ. ഇൽമുൽ ബദിഅന്റെ നിർവചനമാണ്. ബലാഗത്തുൽ വാലിദിയിലൊക്കെ വന്നിട്ടുള്ള നിർവചനമാണ്. അത് അങ്ങനെ തന്നെ ക്വസ്റ്റ്യനിൽ എന്തായിട്ടുണ്ട്, വന്നിട്ടുണ്ടെന്ന് കൂടി മനസ്സിലാക്കാം. നെക്സ്റ്റ് ചോദ്യം, ഖദ് യശീബുൽ ഫത വലൈസ അജീബൻ അൻ യുറന്നൗറു ഫി ഖലീബിർ റഖീബി. തശ്ബീഹുൽ ളമ്മി, അത്തശ്ബീഹുൽ മുർസൽ, അത്തശ്ബീഹുൽ മുജ്മൽ, അത്തശ്ബീഹുൽ മുഫസ്സൽ. അത്തശ്ബീഹുൽ ളമ്മിയാണ്. ഓക്കെ, next دلائل الإعجاز كتابا ألفه قاضي عبد القاهر الجرجاني، علي بن عبد العزيز، قاضي عياض، قاضي الفاضل. عبد القاهر الجرجاني رجنيان دلائل الإعجاز എന്ന് പറയുന്നത്. next يسمى التشبيه إذا كان وجه الشبه فيه صورة منتزعة من متعدد ضمنيا تمثيلا بليغا مقلوبا. തശ്ബീഹു തംസീൽ എന്നാണ് പറയാ. ഓക്കെ, നെക്സ്റ്റ് തൗരിയ മിൻ ഇൽമുൻ നഹ്വ്, ഇൽമുൽ ബദിഅ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി. തൗരിയ, ഇൽമുൻ നഹ്വ്, ഇൽമുൽ ബദിഅ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി. ഇൽമുൽ ബദിഅന്റെ ഭാഗമാണ് തൗരിയ അല്ലെ. ഇൽമുൽ ബദിഅ തന്നെ ലഫ്ളി ഉണ്ട്, മാനവി ഉണ്ട്. നമ്മൾ പറയട്ടോ ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് ചോദ്യം, യജിബു അൻ യകൂന അഖ്വ വ അൽഹർ ഫിൽ മുശബ്ബഹ് ബിഹി മിൻഹു ഫിൽ മുശബ്ബഹി മാ ഹുവ. വജ്ഹു തശ്ബീഹ്, അദാത്തു തശ്ബീഹ്, മുശബ്ബഹ്, മുശബ്ബഹ് ബിഹി.
يس وجه تشبيه وجه التشبيه. Next. أن يتشابه اللفظان في نوع الحروف وعددها وشكلها وترتيبها ويختلفان في المعنى جناس تام جناس غير تام طباق السلبي طباق الإيجابي. Yes. جناس تامان ആൻസർ. Okay. اختر غير المتجانس مما يأتي. താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് തെറ്റായ ജോഡി ഇതിൽ കൂട്ടത്തിൽ പെടാത്തതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇഖ്തിബാസ്, സജിഅ, തിബാഖ്, ജിനാസ്. യെസ്, തിബാഖ് ആണ് അല്ലെ കൂട്ടത്തിൽ പെടാത്തത്. നെക്സ്റ്റ്. أن يتضمن الكلام شيئا من القرآن أو الحديث لا على أنه منه هو المقابلة الجناس الاقتباس السجع. اقتباس ആണ്. ഓക്കെ. الاقتباس علم البديع علم البيان علم المعاني علم العروض. യെസ്, ഇൽമുൽ ബദിയയിൽ വരുന്ന ഭാഗമാണ് ഇത് ഇഖ്തിബാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്. ഇൽമുൽ ബയാൻ യതഹദ്ദസു അനിൽ അസാലീബി അൽ ഖവായിദ് അൽ മആനി അൽ മുഹ്സനാത്ത് അൽ ലഫ്ളിയ. യെസ്, ഇൽമുൽ ബയാൻ സംസാരിക്കുന്നത് അസാലീബുകളെ സംബന്ധിച്ചാണ്. ഓക്കെ. ليس من أساليب المحسنات المعنوية التورية المقابلة الطباق الجناس. ദയവ് ചെയ്ത് മൈക്ക് മ്യൂട്ട് ചെയ്യണേ. ജിനാസ് ആണ് അല്ലെ. നെക്സ്റ്റ്. هو الظهور والبيان الفصاحة البلاغة غير الأسلوب غير ما ذكر. سوري. الفصاحة. ഓക്കെ. അപ്പോൾ ഞാൻ ഇതുവരെ വന്ന ചില ബലാഗയും അതുപോലെ ഇൽമുൽ ബദിയ ഇൽമുൽ ബയാനും ഏരിയകളിൽ വന്ന ചില ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തെന്നുള്ളൂ. നിങ്ങൾ ഏറെക്കുറെ ആളുകൾ നല്ല 90% ആളുകൾ എന്താണ് ആൻസർ ശരിയായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മാഷാ അല്ലാഹ്. അപ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ പറഞ്ഞു പോവാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ബലാഗ ആണ് ചർച്ച ചെയ്യുന്നത് അല്ലെ. ബലാഗ എന്ന് പറഞ്ഞാൽ ബലഗ എന്ന് പറഞ്ഞാൽ ശരിക്ക് അസ്ല് എന്റെ അർത്ഥം എന്താണ്? എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. എത്തിച്ചു കൊടുക്കുക. അല്ലാഹുമ്മ ഹൽ ബല്ലഗ്ത എന്ന് പ്രവാചകൻ എന്താണ് അറഫ പ്രഭാഷണത്തിൽ അവസാനമായി സ്വഹാബത്തിന് സാക്ഷിയെത്തി ചോദിക്കുന്നുണ്ട് അല്ലെ, എത്തിച്ചു കൊടുത്തില്ലയോ എന്ന്. ഓക്കെ. അപ്പൊ നമുക്കുള്ളിൽ പറയാൻ ആഗ്രഹിക്കുന്ന, നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശത്തെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇതിലൂടെ നമ്മൾ എന്താവുന്നത് ചെയ്യുന്നത്. ഓക്കെ. സാഹിത്യം എന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകത്തെ മനോഹരങ്ങളായ വാക്കുകൾ കൊണ്ട് അലങ്കരിക്കുക എന്നുള്ളതാണ് സാഹിത്യം എന്ന് പറയുന്നത് അല്ലെ. അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകത്തെ മനോഹരമായ വാക്കുകൾ കൊണ്ട് അലങ്കരിക്കുക എന്ന് പിന്നെ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അതിൽ നമ്മൾ ഫസ്വാഹ, സുലൂബ്, ഇതൊക്കെയാണ് നമ്മൾ ആദ്യമായി പറയുന്നത്. ഫസ്വാഹത്ത് ആണ് നമ്മൾ ഫസ്റ്റ് ചർച്ച ചെയ്യുന്നത്. അൽ ഫസ്വാഹത്ത് എന്ന് പറഞ്ഞാൽ ലുഗത്തൻ ഭാഷ അർത്ഥത്തിൽ അൽ ളുഹൂറു വൽ ബയാൻ വ്യക്തമാക്കുക, വിവരിക്കുക എന്നുള്ളതാണ്. ഫസ്വാഹത്തു ഭാഷാർത്ഥത്തിൽ എന്താണ്? ളുഹൂർ വൽ ബയാൻ എന്നുള്ളതാണ്. അൽ കലാമുൽ ഫസ്വീഹ് എന്ന് പറഞ്ഞാൽ മാ കാന വാദിഹുൽ മഅന സഹലുൽ ലഫ്ള് ജയ്യിദുസ് സബ്ഖ്. ഇതൊക്കെ ഓരോന്നിന്റെ താരീഫ് പറയുമ്പോൾ ആവശ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു ബേസിക് ലെവലിലാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. അൽ കലാമുൽ ഫസ്വീഹ് എന്ന് പറഞ്ഞാൽ മാ കാന വാദിഹുൽ മഅന സുവ്യക്തമായ അർത്ഥം, സുവ്യക്തമാണ്. സഹലുൽ ലഫ്ള് ലളിതമായ പദങ്ങളായിരിക്കും അതിൽ ഉപയോഗിക്കുക. ജയ്യിദ് സബ്ഖ് നല്ല കോർവയുള്ളതായിരിക്കും. വാക്കുകൾ തമ്മിൽ നല്ല കോർവയുള്ള ലളിതമായ വാചകങ്ങൾ ഉപയോഗിച്ച് വ്യക്തമായ രീതിയിൽ ആശയങ്ങൾ പങ്കുവെക്കുന്ന കലാമിനാണ് എന്ത് പറയാ? കലാമുൽ ഫസ്വീഹ് എന്ന് പറയാ. കലാമുൽ ഫസ്വീഹ് എന്ന് പറയുക. ഓക്കെ. ഇനി ഫസാഹത്ത് എന്ന ലോകത്തിന് അൽഹൂർ വൽ ബയാൻ നമ്മൾ പറഞ്ഞു. അഫ്സഹ സുബ്ഹു എന്ന് പറയും. ഇതാ ലഹറ പ്രഭാതം വിടർന്നാൽ എന്ത് പറയാറുണ്ട്? അഫ്സഹ സുബ്ഹു എന്ന് പറയാറുണ്ട്. അഫ്സഹ സുബ്ഹ് എന്ന് പറയാറുണ്ട്. അപ്പൊ എന്താണ്? പ്രഭാതം പൊട്ടിവിടുന്നത്. അപ്പം ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ്. ഖാല തആല, അല്ലാഹു പറയുന്ന വിശുദ്ധ ഖുർആനിലൂടെ അഖി ഹാറൂൻ ഹുവ അഫ്സഹു മിന്നി ഐ അബ്യനു മിന്നി എന്ന് ആര് പറയുന്നുണ്ട്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അല്ലെ. എന്റെ സഹോദരൻ ഹാറൂൻ അവൻ എന്താണ്? അദ്ദേഹം എന്താണ്? അഫ്സഹു മിന്നി എന്നേക്കാൾ അഫ്സഹായി കാര്യങ്ങൾ വളരെ
മനോഹരമായി വിശദീകരിക്കുന്ന ആളാണ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന അഫ്സഹുൽ അറബ് ബൈദ അന്നി മിൻ ഖുറൈഷ്, ഞാൻ അറബികളിൽ ഏറ്റവും മികച്ച എന്താണ് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സാഹിത്യകാരനാണ്, സമ്പുഷ്ടനാണ്. ബൈദ അന്നി മിൻ ഖുറൈഷ്, അതിനൊക്കെ പുറമെ ഞാൻ എന്താണ് ഖുറൈശി വംശജനും കൂടിയാണ്, ഖുറൈശിയാണ് എന്ന് കൂടി നബി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഖുർആനിലും ഹദീസിലൊക്കെ വന്നിട്ടുള്ള ഒരു പദം കൂടിയാണ്. ഇനി ഇസ്തിലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ ഫസ്വാഹത്ത് എന്ന് പറഞ്ഞാൽ ഇബാറത്തുൻ അൻ അൽഫാദിൽ ബയ്യിന അൽവാഹിറ അൽ മുതബാദിറ ഇലൽ ഫഹ്ം, കേൾക്കേണ്ട മാത്രയിൽ നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തമായ ലഫ്ളുകളെ കുറിച്ചുള്ള ഇബാറത്താണ്, ആവിഷ്കാരമാണ് ഇത് ഫസാഹത്ത് എന്ന് പറയുന്നത്. ഇബാറത്തുൻ, അതൊരു ഇബാറത്താണ്. അങ്ങനെ അൽഫാദുൽ ബയ്യിന അൽവാഹിറ, വ്യക്തവും സുവ്യക്തവുമായ, ബയ്യിന എന്നാണ് സുവ്യക്തമായ, ലാഹിറ എന്ന പ്രകടമായ, അൽ മുതബാദിറത്തു ഇലൽ ഫഹ്ം, കേൾക്കേണ്ട മാത്രയിൽ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എന്താകും, അത് മനസ്സിലാകും. ബാദറ ഇല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കടന്നു വരിക, ഓടി വരിക എന്നൊക്കെ, പഴയ മലയാളത്തിൽ ഉളരി വരിക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് കേൾക്കേണ്ട താമസം തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന പദങ്ങളെയാണ് എന്ത് പറയാ, വാക്കുകളെയാണ്, കലാമിനെയാണ് എന്ത് പറയാ, ഫസാഹത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ചോദ്യമാണ്, ഹുനാക ശുറൂത്തുൻ ലിയകൂന തർതീബു ഫസീഹൻ ലൈസ മിൻഹ, ഒരു കലാം ഫസീഹാകാൻ വേണ്ടി കുറെ ഷർത്തുകളുണ്ട്, അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. എക്സാമിന് വന്ന ചോദ്യമാണ്. ഓപ്ഷൻസ്: സലാമത്തുഹു മിനൽ ളഅഫി തഅലീഫ്, സലാമത്തുഹു മിനൽ തഅഖീദ് ലഫ്ളി, ഖുറൂജുഹു മിൻ ഖവാഇദിൽ ലുഗ അൽ മുത്വരിദ, ഖുലുവുഹു മിൻ തനാഫുറിൽ കലിമാത്ത്. ഒരു കലാം ഫസീഹ് ആവാൻ കുറെ ഷർത്തുകളുണ്ട്, അതിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം കേട്ടോ. ചോദ്യം ശ്രദ്ധിക്കണേ, നമ്മൾ വെറുതെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ചോദ്യങ്ങളും വരും. നമുക്ക് ആൻസറൊക്കെ നമ്മൾ അറിയുന്നതായിരിക്കും, പക്ഷെ ചോദ്യം വായിക്കുന്നിടത്ത് ചെറിയൊരു പിഴവ് സംഭവിച്ചാൽ ആ മാർക്ക് നഷ്ടപ്പെടാൻ ഇടയാവും എന്നുള്ളതാണ്. യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ. അപ്പോൾ കലാം ഫസീഹാവാൻ കുറെ ഷർത്തുകളുണ്ട്, നമുക്ക് ആ ഷർത്തുകൾ ഇവിടുന്ന് കിട്ടി. ഒന്ന്, സലാമത്തുഹു മിൻ ളഅഫി തഅലീഫ്, ളഅഫി തഅലീഫ് എന്ന് കലാം എന്തായിരിക്കണം, രക്ഷപ്പെട്ടതായിരിക്കണം. അതുപോലെ സലാമത്തുഹു മിൻ തഅഖീദിൽ ലഫ്ള്, വാക്കുകൾ ലഫ്ള് പരമായിട്ടുള്ള തഅഖീദുകളിൽ നിന്നും മുക്തമായിരിക്കണം. അതുപോലെ തന്നെ എന്തുമായിരിക്കണം, ഖുലുവുഹു മിൻ തനാഫുറിൽ കലിമാത്ത്, തനാഫുറുൽ കലിമാത്തിൽ നിന്ന് മുക്തമായതായിരിക്കണം. അതോടൊപ്പം തന്നെ എന്തുമായിരിക്കണം, ഖുറൂജുഹു മിൻ ഖവായിദുൽ ലുഗ അൽ മുത്തരിദ എന്നുള്ള തെറ്റാണ്. അപ്പൊ എന്താണ്, ഖവായിദുൽ ലുഗ അൽ മുത്തരിദ അതിനോട് യോജിച്ചതായിരിക്കണം. മുത്തഫിഖത്തുൻ മിൻ ഖവായിദിൽ ലുഗ അൽ മുത്തരിദ, ഭാഷയുടെ നിയമങ്ങളോട് യോജിച്ചതുമായിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ ഈ 4 നിബന്ധനകളും കലാമ് ഫസീഹാവാൻ വേണ്ടിയുള്ള നിബന്ധനകളാണ്. ചോദ്യമായി ആ കലാമ് ഫസീഹാനുള്ള ഷർത്തും നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, കൃത്യമായി മനസ്സിലാക്കുക. ളഅഫ് തഅലീഫ് നിന്ന് രക്ഷപ്പെടുക, തഅഖീദുൽ ലഫ്സ് നിന്ന് രക്ഷപ്പെടുക, തനാഫുറുൽ കലിമാത്തിൽ നിന്ന് മുക്തമാവുക. അതോടൊപ്പം തന്നെ ഖവായിദുൽ ലുഗ അൽ മുത്തരിദോട് യോജിക്കുകയും ചെയ്യുക. ഖുറൂജ് അല്ല, അവിടെ മുത്തഫിഖാണ്, യോജിച്ചു വരികയും ചെയ്യുക. അപ്പോഴാണ് എന്താവുക, ഒരു കലാമ് എന്താവുക, ഫസ്വിഹായി മാറുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ, അത്ര മനസ്സിലാക്കേണ്ടുള്ളൂ. കലാം ഇപ്പൊ ഫസ്വാഹത്ത് എന്ന് പറഞ്ഞാൽ അൽ ബയാനു വൽ ളുഹൂർ എന്നാണ് അർത്ഥം. വളരെ ലളിതമായ പദാവലികൾ ഉപയോഗിച്ച് ആശയം വളരെ വ്യക്തമായ രൂപത്തിൽ ലളിതമായ പദാവലികളിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് ഫസ്വാഹത്ത് എന്ന് പറയുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ ബലാഗ എന്നാണ് പറയുന്നത്. ബലാഗ എന്ന് പറഞ്ഞാൽ ഫഹിയ തഅദിയത്തുൽ മഅനൽ ജലീൽ വാളിഹൻ ബിഇബാറത്തിൻ സ്വഹീഹത്തിൻ ഫസ്വീഹത്തിൻ. ഇവിടെയാണ് നമ്മുടെ പോയിന്റ്. തഅദിയത്തുൽ മഅന, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ കൈമാറുക, അൽ ജലീൽ മഹത്തായ ഒരു ആശയത്തെ, വാളിഹൻ വളരെ വ്യക്തമായ രൂപത്തിൽ, എങ്ങനെ, ബിഇബാറത്തിൻ സ്വഹീഹത്തിൻ ശരിയായ ഇബാറത്തോടുകൂടി, ഫസ്വീഹത്തിൻ എങ്ങനെയുള്ള ശരിയായ ഇബാറത്ത്, ഫസ്വീഹത്തിൻ അതെന്തും കൂടിയായിരിക്കും, ഫസ്വീഹത്തും കൂടിയായിരിക്കും എന്നുള്ളതാണ്. അപ്പം എന്തിനാണ് ഫസ്വാഹത്ത് പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ടാകും തോന്നുന്നു. ഓക്കെ, നമ്മുടെ ബലാഗ എന്ന് പറഞ്ഞാൽ, ബലാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ ഫസ്വീഹായ ഇബാറത്തിലൂടെ ആവിഷ്കരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ബലാഗ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ പറഞ്ഞ, നമ്മളെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാചകത്തെ മനോഹരമായ വാക്കുകൾ കൊണ്ട് എന്താക്കുക, ആവിഷ്കരിക്കുക, അലങ്കരിക്കുക എന്നുള്ളതാണ് ഏത് ചെയ്യുന്നത്, ബലാഗ അല്ലെങ്കിൽ സാഹിത്യം നിർവഹിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ഒരു ചോദ്യമാണ്. ഇൽമുൻ യുറക്കിസു അല ജമാലിയത്തി തഅബീർ, ആവിഷ്കാര സൗന്ദര്യത്തിന്റെ മേൽ കേന്ദ്രീകരിക്കുന്ന ജ്ഞാനശാസ്ത്രം, ജ്ഞാനശാഖ ഏത് എന്നാണ് ചോദ്യം. ഇൽമുൻ യുറക്കിസു അല ജമാലിയത്തി തഅബീർ, ഇൽമുൽ ബലാഗ, ഫിഖ്ഹുൽ ലുഗ, ഇൽമുൽ അറൂദ്, ഇൽമുൽ സർഫ്. യെസ്, എല്ലാവരും വളരെ നന്നായി ആൻസർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇൽമുൽ ബലാഗയാണ്. അവിടെ നമ്മൾ പറഞ്ഞ തഅദിയത്തുൽ മാന, നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ കൈമാറുക, അതിനെ ആവിഷ്കരിക്കുക, മറ്റൊരാളിലേക്ക് കൈമാറുക. ഓക്കെ, അപ്പോൾ ബലാഗയുടെ ഒരു പ്രധാന ലക്ഷ്യം തന്നെ എന്താണ്, തർക്കീസു
അല ജമാലിയത്ത് തഅബീർ, മനോഹരമായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഉള്ളിലുള്ള ആശയത്തെ മനോഹരമായി ആവിഷ്കരിക്കുക എന്നുള്ളതാണ് ഏത് ചെയ്യുന്നത്, ബലാഗ ചെയ്യുന്നത് എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇമൽ ബലാഗയാണ്. നെക്സ്റ്റ് അടുത്തൊരു ചോദ്യം, ലൈസ മിൻ അസാലിബി തഅബീർ. അപ്പൊ നമ്മൾ പറഞ്ഞു ഫസാഹത്ത് എന്താണെന്ന് പറഞ്ഞു ആദ്യം, എന്നിട്ട് ഫസാഹത്ത് എവിടെ വരണം, ആവിഷ്കരിക്കുന്ന സമയത്ത് ബലാഗയിൽ കൊണ്ടുവരണം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്താണ്, ചില ശൈലികൾ സ്വീകരിക്കേണ്ടി വരും അല്ലെ. ആവിഷ്കാരത്തിന് പല ശൈലികളുണ്ട്. ആ ശൈലികളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. ലൈസ മിൻ അസാലിബി തഅബീർ അൽ ഉസ്ലൂബ് അൽ അദബി, അൽ ഉസ്ലൂബ് അൽ ഇൽമി, അൽ ഉസ്ലൂബ് അൽ ഖിതാബി, അൽ ഉസ്ലൂബ് അൽ ആതിഫി. അല്ലെ, നമ്മളൊരു കാര്യം നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് പല രൂപത്തിൽ പറഞ്ഞു കൊടുക്കും അല്ലെ, ശ്രോതാക്കളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ശൈലികളുടെ കൂട്ടത്തിൽ വരാത്തത് ഏത് എന്നാണ് ചോദ്യം. യെസ്, ഉസ്ലൂബുൽ ആതിഫി എന്നുള്ളതാണ്. ഉസ്ലൂബുൽ ആതിഫി എന്നുള്ളതാണ്. മറ്റു മൂന്നും എന്താണ്, ഉസ്ലൂബുൽ അദബി, ഉസ്ലൂബുൽ ഇൽമി, ഉസ്ലൂബുൽ ഖിതാബി ഒക്കെ എന്താണ്, ഇതിന്റെ അസാലിബ് തഅബീറിൽ, ആവിഷ്കാര ശൈലികളിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മള് ഫസ്വാഹത്ത് എന്താണെന്ന് പറഞ്ഞു. ആതിഫ് എന്ന് പറഞ്ഞാൽ അത് നെഖദ് അദബുമായി ബന്ധപ്പെട്ടതാണ്. ആതിഫത്ത് എന്ന് പറയില്ല, ഖയാല്, ആതിഫ, ഉസ്ലൂബ്, മാന, ഇതൊക്കെയാണ് എന്താണ് അദബിന്റെ അല്ലെങ്കിൽ അടിസ്ഥാനപരമായ 4 കാര്യങ്ങൾ. ആതിഫ എന്ന് നമ്മൾ വൈകാരികത എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പൊ ഉസ്ലൂബിലേക്കാണ് നമ്മൾ പറയുക. അപ്പൊ ആദ്യം ഫസാഹത്ത് എന്താന്ന് പറഞ്ഞു, കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നതിനെ ഫസാഹത്ത് പറയാം. ബലാഗ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ ശരിയായ വ്യക്തമായ രീതിയിൽ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇനി ആവിഷ്കരിക്കേണ്ട മെത്തേഡ് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആവിഷ്കരിക്കേണ്ട മെത്തേഡുകൾ എങ്ങനെ, ആവിഷ്കാരത്തിന്റെ രീതിശാസ്ത്രങ്ങൾ എങ്ങനെ, എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഉസ്ലൂബ് എന്ന് പറഞ്ഞ ഇസ്തിലാഹൻ സാങ്കേതിക അർത്ഥത്തിൽ അൽ മാനൽ മുസവ്വഖ് ഫി അൽഫാദിൻ മുഅല്ലഫത്തിൻ അലാ സൂറത്തിൻ തകൂനു അഖ്റബു ലിനൈലിൽ ഗർദിൽ മഖ്സൂദ് മിനൽ കലാം വഅഫ്അലു ഫി നുഫൂസിസ് സാമിഈൻ. നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു ആശയത്തെ നമ്മൾ മറ്റൊരാളിലേക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു മീഡിയം ആണ് ഇത് ഉസ്ലൂബ്, ശൈലി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് അൽ മാനൽ മുസവ്വഖ്, കോർത്തെടുക്കപ്പെട്ട ഒരു ആശയമാണ്. ഫി അൽഫാദിൻ മുഅല്ലഫത്തിൻ, അനുയോജ്യമായ പദങ്ങളിലൂടെ, അലാ സൂറത്തിൻ, ഒരു രൂപത്തിൽ, തകൂനു, ആ രൂപമാകും, അഖ്റബ്, ഏറ്റവും അടുത്ത് നിൽക്കുന്നതാകും, എന്തിന്, ലിനൈൽ ഗർദിൽ മഖ്സൂദ് മിനൽ കലാം, ആ കലാമ കൊണ്ട് എന്ത് ലക്ഷ്യമാണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ ഏറ്റവും സഹായകമായ രൂപത്തിൽ കോർത്തുവെച്ച പദങ്ങളിലൂടെ ഉള്ളിൽ ആവിഷ്കരിച്ച ആശയങ്ങളെ കൈമാറുക എന്നുള്ളതാണ്. വഅഫ്അലു ഫീ നുഫൂസിസ് സാമിഈൻ, അതുപോലെ തന്നെ ശ്രോതാക്കളുടെ മനസ്സിൽ എന്താണ്, വളരെയധികം അതിൽ സ്വാധീനം ചെലുത്തുന്നതുമായിരിക്കും എന്നുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, അൽ മാനൽ മുസവ്വഖ്, കോർത്തുവെക്കപ്പെട്ട എന്താണ്, കടഞ്ഞെടുക്കപ്പെട്ട ആശയമാണ്. എങ്ങനെ, ഫി അൽഫാദിൻ മുഅല്ലഫത്തിൽ, അനുയോജ്യമായ പദങ്ങളിലൂടെ, അലാ സൂറത്തിൻ, ഒരു രൂപത്തിൽ, തക്കൂനു, ആ രൂപമാകും, അഖ്റബു, ഏറ്റവും അടുത്ത, ഏറ്റവും മികച്ച രൂപമായി തീരും. എന്തിന്, ലിനൈലിൽ ഗർദ്, ലക്ഷ്യം നേടാൻ വേണ്ടി, അൽ മഖ്സൂദ് മിനൽ കലാം, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വാചകം കൊണ്ട് എന്ത് ലക്ഷ്യമാണോ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ ഏറ്റവും എളുപ്പത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ പദങ്ങളെ ആവിഷ്കരിക്കുന്നതിനാണ് എന്ത് പറയാ, ഉസ്ലൂബ് എന്ന് പറയാം. അതുപോലെ തന്നെ അത് എന്തുമായിരിക്കും, വഅഫ്അലു ഫീ നുഫൂസിസ് സാമിഈൻ, കേൾക്കുന്നവരുടെ, ശ്രോതാവിന്റെ മനസ്സിൽ എന്താണ്, ആഴത്തിൽ സ്വാധീനം ചെലുത്തുന്നതുമായിരിക്കും എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ ഒരേ വാചകം കുട്ടികളോട് പറയുന്നതും മുതിർന്നവരോട് പറയുന്നതും രണ്ടും രണ്ടായിരിക്കും. അല്ലെ, ഒരു കുട്ടിയോട് കുറെ നേരം മൊബൈൽ ഫോൺ നോക്കരുത് എന്ന് മുതിർന്ന കുട്ടിയോട് നമ്മൾ പറയുമ്പോൾ എന്താവും, ഒരു കൽപ്പന മനോഭാവത്തിൽ പറയും, ഫോൺ എടുത്തു വെക്കടാ എന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യും. അതേസമയം ചെറിയ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, മോനെ, പിന്നെ നമ്മൾ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടും കുറെ നേരം ഫോൺ നോക്കിയാൽ നമ്മുടെ കണ്ണടിച്ചു പോകില്ലേ, കണ്ണിന് കേട് പറ്റൂലേ എന്ന് സ്നേഹത്തോടെ പറയും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തെ ഏറ്റവും എളുപ്പത്തിൽ നേടുന്ന രൂപത്തിൽ പദാവലികൾ കൊണ്ട് കൈമാറുന്നതിനാണ് എന്താ പറയാ, ഉസ്ലൂബ് എന്ന് പറയാം. ഓക്കെ, അത് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ്. അടിസ്ഥാനപരമായ ലക്ഷ്യം എന്താണ്, ശ്രോതാക്കളിൽ നമ്മുടെ ആശയത്തെ കൈമാറുക, അത് ഏറ്റവും സ്വാധീനമുണ്ടാവുന്ന രൂപത്തിൽ എന്നുള്ളതാണ്. ഓക്കെ, ലിനൈലി ഗർദിൽ മഖ്സൂദ് മിനൽ കലാം, കലാമ കൊണ്ട് എന്ത് ലക്ഷ്യമാണോ നമ്മൾ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കാൻ ഏറ്റവും സഹായകമാവുന്ന രൂപത്തിലുള്ളതായിരിക്കും അത് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഉസ്ലൂബ് എന്ന് പറയുന്നത്. ഉസ്ലൂബ് വിവിധ ശൈലികളിലുണ്ട്. ഉസ്ലൂബുൽ ഇൽമി ഉണ്ട്, ഉസ്ലൂബുൽ അദബി ഉണ്ട്, ഉസ്ലൂബുൽ ഖിത്വാബി എന്നാണ്, ടൈപ്പോ എറർ ആണ് കേട്ടോ, ആണ് ഉസ്ലൂബുൽ ഖിത്വാബി എന്നുണ്ട്. അങ്ങനെ 3 ശൈലികളാണ് പൊതുവെ പറയപ്പെടുന്ന ശൈലികൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഏകപക്ഷീയമായി പ്രസംഗിച്ചു പോവില്ല, നിങ്ങളെ കൂടി ഇൻവോൾവ് ചെയ്യിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എത്രയും വലിയ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആകുമ്പോൾ എല്ലാവരും കൂടി മൈക്ക് ഓൺ ആക്കിയിട്ട് പറഞ്ഞാൽ എന്താവും, അവ കൂടി
ഡിസോർഡർ ആവും, കാര്യങ്ങളും എന്താവും കൈവിട്ടു പോകും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇടപെടാൻ അവസരം തരാത്തത് കേട്ടോ. അൽ ഉസ്ലൂബുൽ ഇൽമി, ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇൽമിയായ കാര്യങ്ങൾ കൈമാറുമ്പോൾ എന്തായിരിക്കും, അത് വളരെ വ്യക്തമായിരിക്കണം അല്ലെ. വളരെ ഘടാഘടിയൻ പദാവലികളോ നീണ്ട സെന്റൻസുകളോ അല്ലെങ്കിൽ ആർക്കും പരിചിതമല്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എന്താവില്ല, ശ്രോതാക്കൾക്ക് മനസ്സിലാവില്ല. നമ്മളെന്താ പറഞ്ഞത്, ശ്രോതാക്കൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ശൈലിയായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പൊ ഉസ്ലൂബുൽ ഇൽമിയിലേക്ക് വരുമ്പോൾ എന്താണ്, അൽഹർ മീസാത്ത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്ന അൽ വുദൂഹ്, സുവ്യക്തത, വ്യക്തതയാണ്. കാര്യങ്ങൾ വളരെ വ്യക്തമായി അവതരിപ്പിക്കും അല്ലെ. ഈ നിങ്ങൾ പിന്നെ ഇൽമിയായ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ എന്താവില്ല, ഭാവനയോ വൈകാരികതയോ കൂട്ടിച്ചേർത്തുണ്ടാവില്ല, അതിനെ നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിലേക്കൊന്നും കൊണ്ടുപോകില്ല. വളരെ വ്യക്തമായ രൂപത്തിൽ കാര്യങ്ങൾ പറയും അല്ലെ. ജമാൽ ഹുഫി സുഹൂൽ ഇബാറത്തി, അതിന് ഏറ്റവും മികച്ച സൗന്ദര്യം എന്ന് പറയുന്നത് വാക്കുകളിലുള്ള ലാളിത്യമാണ്, ഇബാറത്തുകളിലുള്ള ലാളിത്യമാണ്. മറ്റൊന്ന് തൻഹി അനിൽ മജാദി വൽ മുഹ്സനാത്തിൽ ബദിയ, അത് മജാദിൽ നിന്നും മുഹ്സനാത്തുൽ ബദിയിൽ നിന്നൊക്കെ അകന്നു നിന്നതായിരിക്കും. അവിടെ എന്താവില്ല, മജാദോ ഇസ്തിയാറത്തോ അല്ലെങ്കിൽ മുഹ്സനാത്തുൽ ബദിയോ ഒന്നും അവിടെ ഉപയോഗിക്കൂല. അവിടെ പറയാനുള്ള കാര്യം വളരെ ഡയറക്റ്റ് ആയി വളരെ വ്യക്തമായ രൂപത്തിൽ ലളിതമായ പദാവലികൾ ഉപയോഗിച്ച് പറയും അല്ലെ. തിയറികളൊക്കെ നമുക്ക് മജാസും അതുപോലെ തന്നെ കിനായത്തൊക്കെ ഉപയോഗിച്ച് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ലല്ലോ. കായികകളൊക്കെ അതൊക്കെ നമ്മൾ വളരെ വ്യക്തമായ രൂപത്തിൽ എളുപ്പത്തിലുള്ള പദാവലികൾ ഉപയോഗിച്ചിട്ടാണ് പറയാ. അതാണ് ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്, ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ബഈദുൻ അനിൽ ഖയാലി ശഅരി, കാവ്യഭാവനയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതായിരിക്കും. അവിടെ എന്താവില്ല, നമ്മൾ ഭാവന സങ്കല്പങ്ങളൊന്നും കൊണ്ടുവന്ന് അവിടെ അവതരിപ്പിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ ഖാത്തിബുൽ അഖ്ല, വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ബുദ്ധിയോടാണ് സംവദിക്കുന്നത്. ഉസ്ലൂബുൽ ഇൽമി സംവദിക്കുന്ന ആരോടാണ്? ബുദ്ധിയോടാണ്. അല്ലാതെ സാഹിത്യം സംവദിക്കുന്ന നമ്മുടെ വൈകാരികതകളോടാണ്, ഭാവനാവിലാസങ്ങളോടൊക്കെയാണ്. പക്ഷേ ഉസ്ലൂബുൽ ഇൽമി സംവദിക്കുന്നതിനോട് യുഖാത്തിബുൽ അഖൽ, ബുദ്ധിയോടാണ്, ബുദ്ധിയോടാണ് അല്ലെ. സാഹിത്യത്തെ അനശ്വരമാക്കി നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതാണ് ആത്തിഫ, നമ്മുടെ വൈകാരികതയാണ് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എന്നോ കാലത്ത് വായിച്ച ഒരു പുസ്തകം വളരെ വർഷങ്ങൾക്ക് ശേഷം ഓർത്തിരിക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്നോ വായിച്ചു പോയ ഒരു കഥ വർഷങ്ങൾക്ക് ശേഷവും ഓർത്തിരിക്കുന്നു എങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ കഥ സൃഷ്ടിച്ച ഒരു സ്വാധീനമാണ് അല്ലെ. ആ കഥ ഉണ്ടാക്കിയെടുത്ത ഒരു വൈകാരിക തലമാണ് എന്നുള്ളതാണ്. അതെന്താണ്, ഉസ്ലൂബുൽ അദബിയുടെ ഭാഗമാണ്. ഉസ്ലൂബുൽ ഇൽമിയിൽ എന്തില്ല, അപ്രകാരം കാര്യങ്ങളൊന്നുമില്ല. യുഖാത്തിബുൽ അഖൽ, അത് ബുദ്ധിയോടാണ് എന്താവുന്നത്, സംവദിക്കുന്നത് എന്നുള്ളതാണ്. യശ്റഹുൽ ഹഖായിഖൽ ഇൽമിയ, അതുപോലെ വൈജ്ഞാനികമായ യാഥാർത്ഥ്യങ്ങളെ അതെന്താവും, വ്യക്തമാക്കി തരും. ഓക്കെ. യശ്റഹു അൽ ഹഖായിഖൽ ഇൽമിയ, വൈജ്ഞാനികമായ യാഥാർത്ഥ്യങ്ങളെ അതെന്താക്കി തരും, വ്യക്തമാക്കി തരും എന്നുള്ളതാണ്. അതാണ് ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്. ഓക്കെ. ഒന്ന് വളരെ വ്യക്തതയുള്ളതായിരിക്കും, അതുപോലെ തന്നെ ലളിതമായ ഇബാറത്തുകളായിരിക്കും, മസ്സനാത്തുൽ മജാസ് മുഹ്സനാത്ത് തുടങ്ങിയ അവയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതായിരിക്കും, ഖയാൽ ഉണ്ടാവുകയില്ല. യുഖാത്തിബുൽ അഖൽ, ബുദ്ധിയോടാണ് അതെന്താക്കുക, സംവദിക്കുക. യാഥാർത്ഥ്യങ്ങളെ നമുക്ക് എന്താക്കി തരും, വ്യക്തമാക്കി തരും. ഫാക്റ്റുകളെ നമുക്ക് എന്താക്കി തരും, വ്യക്തമാക്കി തരും എന്നുള്ളതാണ്. ഓക്കെ. ഇവിടെ ഒരു ചോദ്യം നോക്ക്. അബഅദുൽ അസാലീബ് അനിൽ ഖയാലി വൽ ആതിഫ ലിഅന്നഹു യുഖാത്തിബുൽ അഖൽ വൽ മൻതിഖ്, 2020 സെറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യം. ആൻസർ വരട്ടെ. أبعد الأساليب عن الخيال والعاطفة لأنه يخاطب العقل والمنطق. أسلوب الخطابي، أسلوب العلمي، أسلوب الأدبي، أسلوب الشعري. യെസ്, അസ്ലൂബുൽ ഇൽമിയാണ് അല്ലെ. ഒറ്റ പോയിന്റ് നോക്കിയാൽ യുഖാത്തിബുൽ അഖൽ, അത് ബുദ്ധിയോടാണ് എന്താവുന്നത്, സംവദിക്കുന്നത്. മറ്റൊന്ന് നോക്ക്, അബഅദുൽ അസാലിബ് അനിൽ ഖയാൽ വൽ ആതിഫ, ഖയാൽ ആതിഫയിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നതുമായിരിക്കും. ഓക്കെ. അതാണ് എന്ത്, ഉസ്ലൂബുൽ ഇൽമി എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം, അടുത്ത ഭാഗമാണ് ഉസ്ലൂബുൽ അദബി എന്ന് പറയുന്നത്. ഉസ്ലൂബുൽ അദബി എന്ന് പറയുന്നത് നമുക്കറിയാം, സാഹിത്യം എന്ന് പറയുന്നത് അതിൽ ഭാവനകൾ ഉണ്ടാവും, വൈകാരികതകൾ ഉണ്ടാവും, വാക്കുകൾ കൊണ്ടുള്ള എന്താണ്, വാഗ്വിലാസങ്ങളും വിസ്മയങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അബൂറ സിഫാത്തിഹി അൽ ജമാൽ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് സൗന്ദര്യമാണ് അല്ലെ. വാക്കുകൾ അടുക്കി വെച്ച മനോഹരമായ ആവിഷ്കാരമാണ് എന്നുള്ളതാണ്. ഖയാലുൻ റായിൻ, വളരെ ആകർഷണീയമായ ഭാവനകൾ അതിലുണ്ടാവും, കൂട്ടിച്ചേർത്ത് വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് അല്ലെ. നമ്മള് ഏതോ കാലത്ത് എഴുതപ്പെട്ട ഒരു സാഹിത്യകൃതി പിൽക്കാലങ്ങൾക്ക് ശേഷവും നമ്മളെ നിരന്തരമായി എന്താവുന്നുണ്ട്, അതിലേക്ക് ആകർഷിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പഴയ ക്ലാസിക് കൃതികളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഖസാക്കിന്റെ ഇതിഹാസമായാലും ഇന്ന് തുടങ്ങി MTയുടെ മഞ്ഞ്, ഇപ്പൊ അടുത്ത് മരിച്ചാണല്ലോ, മഞ്ഞ് തുടങ്ങി
കാലം, ഇങ്ങനെയുള്ള എല്ലാ കൃതികളും നമ്മെ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷവും നിരന്തരമായി വായിക്കപ്പെടുന്നു എങ്കിൽ അത് സൃഷ്ടിച്ചു വെക്കുന്ന ഒരു ഭാവനയും വൈകാരികതയുമാണ് എന്നുള്ളതാണ്. അല്ലെ? വിക്ടർ ഹ്യൂഗോ പാവങ്ങൾ എന്ന പുസ്തകത്തിൽ എന്താണ് സത്യസന്ധനായ കള്ളൻ എന്നൊരു കഥാപാത്രത്തെ 1800-കളിൽ അവതരിപ്പിക്കുന്നുണ്ട്. സത്യസന്ധനായ കള്ളൻ. ഇവിടെ ബാങ്ക് കൊടുക്കണ്ടേ, 2 മിനിറ്റ്. മർജു അജിന കസേരന്ന് മർജു ഉറങ്ങണല്ലോ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഭാവനയെ കുറിച്ചാണ് അല്ലെ? എന്തോ ഒരു കഥ പറഞ്ഞു. വിക്ടർ ഹ്യൂഗോ പാവകൾ എന്ന പുസ്തകത്തിൽ 1800-കളിൽ എന്താവുന്നുണ്ട്, സത്യസന്ധനായ കള്ളൻ എന്നൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ 2 വൈരുദ്ധ്യമായ ഘടകങ്ങളാണ് സത്യസന്ധത, കള്ളൻ എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ വിദൂര ഭാവനയിൽ പോലും അങ്ങനെ ഒരാൾ ഉണ്ടാവുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലെ? പിൽക്കാലത്ത് ഈ കഴിഞ്ഞ അടുത്ത വർഷങ്ങളിൽ കുറച്ചു മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് 990-കളിൽ മരണപ്പെട്ട അഭയ കൊലക്കേസ് തെളിയിക്കുന്നതിൽ നിർണായകമായ സാക്ഷിയായി മാറിയത് എന്താണ്? അവിടെ കക്കാൻ വേണ്ടി വന്ന ഒരു കള്ളനായിരുന്നു എന്നുള്ളതാണ്. അയാളുടെ സത്യസന്ധമായ മൊഴിയാണ് കേസിൽ എന്തായത്, വിധി തീർപ്പ് കൽപ്പിച്ച നിർണായകമായ വഴിത്തിരിവായി മാറിയത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് സാഹിത്യകാരന്മാരുടെ ഭാവന അത്രമേൽ വലുതാണ്. നിങ്ങൾ എന്നെക്കാൾ കൂടുതൽ വായിക്കുന്ന ആളുകളാണ്, കുറെ കൂടി ഇത്തരം സംഭവങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഏതായാലും ഉസ്ലൂബുൽ അദബി എന്ന് പറയുന്നത് എന്താണ്? ഖയാലുൻ റായിയുൻ, വളരെ ആകർഷണീയമായ ഭാവന ഉണ്ടായിരിക്കും. ഇൽഹാറുൽ മഹ്സൂസ് ഫി സൂറത്തുൽ മാനവി, നമ്മുടെ ഉള്ളിലുള്ള ആ വൈകാരിക കളെ എന്താണ്, അതിനൊരു ആശയ രൂപം നൽകുക എന്നുള്ളതാണ് സാഹിത്യം ചെയ്യുന്നത് അല്ലെ? നമ്മുടെ സങ്കടങ്ങളെ, ദുഃഖങ്ങളെ, സന്തോഷങ്ങളെ, സന്താപങ്ങളെ, എല്ലാത്തിനെയും, പ്രതീക്ഷകളെ അതൊക്കെ എന്താവുന്നു, അതിനൊരു ആശയ രൂപം നൽകിയാണ് ഇത് ചെയ്യുന്നത്, ഉസ്ലൂബുൽ അദബി ചെയ്യുന്നത്. ഇൽഹാറുൽ മഹ്സൂസ് ഫി സൂറത്തുൽ മാനവി. ഇനി ഇത്ര ഉള്ളൂ, ബാക്കി നിങ്ങൾ മനസ്സിലാക്കിയാൽ മനസ്സിലും. കുറെ ഇങ്ങനെ ദീർഘിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഉസ്ലൂബുൽ ഖിത്താബിയാണ് അടുത്തത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അൽഹർ, വ്യക്തതയാണ് അല്ലെ? പ്രഭാഷണങ്ങൾ എന്തായിരിക്കണം? വളരെ വ്യക്തമായിരിക്കണം. കേൾക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ എന്തായിരിക്കണം? കൃത്യമായി മനസ്സിലാകുന്നതായിരിക്കണം. മറ്റു മീസാത്തുകളാണ് അത്തക്രാർ, ഒന്ന് ആവർത്തനമാണ് അല്ലെ? പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ എന്താവും, ആവർത്തിച്ച് പറയും. ഇസ്തിഅമാലുൽ മുത്തറാദിഫാത്ത്, പര്യായ പദങ്ങൾ ഉപയോഗിക്കും അല്ലെ? വെർബൽ അംസാൽ, ഉദാഹരണങ്ങളൊക്കെ പറയും അല്ലെ? പ്രസംഗങ്ങൾ ശ്രോതാക്കളിലേക്ക് ഒന്നുകൂടി ആകർഷിക്കാൻ വേണ്ടി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് അവരിലേക്ക് ഒന്നുകൂടി ആഴത്തിൽ പതിയാൻ വേണ്ടി എന്താവും, ചില ഉദാഹരണങ്ങളും കഥകളും ഒക്കെ എന്താവും അവതരിപ്പിക്കും, അനുഭവങ്ങളൊക്കെ പറയും അല്ലെ? ഇഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല റാത്തുർ റനീൻ അല്ലെ? ഇഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല, നല്ല ഒഴുക്കുള്ള പദങ്ങൾ,
ലാത്തുർ റനീൻ പ്രാസം ഒപ്പിച്ചുള്ള അല്ലെ, ഒരേ വാക്കുകളിൽ അവസാനിക്കുന്ന അല്ലെങ്കിൽ ഒരേ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന അത്തരം പദാവലികളൊക്കെ എന്താവും ഉപയോഗിക്കും. അതൊക്കെ അതിനെ അട്രാക്ട് ചെയ്യുന്ന ആകർഷണീയമാക്കുന്ന ഒന്നാണ്. അതുപോലെ തബ്റുസു ഖുവ്വത്തൽ മആനി വൽ അൽഫാദ്, പദങ്ങളുടെയും ആശയങ്ങളുടെയും ശക്തി എന്താക്കുന്നത് വെളിപ്പെടുത്തും അല്ലെ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ എന്താവും ഒന്നുകൂടി ശബ്ദം വോയിസ് എന്താവും, വോയിസ് മോഡുലേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പ്രഭാഷണങ്ങളിൽ അല്ലെ. മണിക്കൂറുകളോളം നീണ്ടുനിൽക്കുന്ന പ്രഭാഷണമാകുമ്പോൾ ഒരേ ഒരു ടോണിലാകുമ്പോൾ എന്താവും ശ്രോതാക്കൾക്ക് മടുപ്പ് വരും. അപ്പം ടോണിലുള്ള വ്യത്യാസങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ പറയുമ്പോൾ മൈക്കിന്റെ അടുത്തേക്ക് ഒന്നുകൂടി വന്ന് വലിയ ശബ്ദത്തിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ. അപ്പൊ എന്തൊക്കെയാണ്, അപ്പൊ തബ്റുസു ഖുവ്വത്തൽ മആനി വൽ അൽഫാദ്, ഇതൊക്കെ ഉസ്ലൂബുൽ ഖിതാബയുടെ പൊതു സവിശേഷതയാണ്. ഇതൊന്നും ഇങ്ങനെ ദീർഘിച്ച് പറയേണ്ടത് ആവശ്യമില്ല. പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുന്ന പറയുന്ന ആളുകളായി നിങ്ങൾക്ക് എന്താക്കാൻ കഴിയും, എളുപ്പത്തിൽ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഈ ഒരു ചെറിയൊരു ചോദ്യം നോക്കി. 2022 സെറ്റ് എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. അത്തക്റാറു വളറബുൽ അംസാൽ വസ്തിഅമാലുൽ മുതറാദിഫാത്ത് വഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല മിൻ മലാമിഹി ഉസ്ലൂബുൽ ഇൽമി ഉസ്ലൂബുൽ ഖിതാബി ഉസ്ലൂബുൽ ഡിപ്ലോമാസി ഉസ്ലൂബുൽ അദബി. ചോദ്യങ്ങൾ വന്നൊരു ശൈലികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി കൂടിയിട്ടാണ് ഇതൊക്കെ ഉൾപ്പെടുന്നത് കേട്ടോ. ഹലോ പറയൂ സാർ, ഒരു ഡൗട്ട്. ഇഖ്തിയാർ കലിമാത്തുൽ ജസ്ല ഒന്നും കൂടി ഒന്ന്. ഓക്കെ, പറയാം. ഉസ്ലൂബുൽ ഖിതാബിയാണ് അല്ലെ, ഉസ്ലൂബുൽ ഖിതാബിയാണ്. ഇഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല എന്ന് പറഞ്ഞാൽ ഒഴുക്കുള്ള പദങ്ങൾ തിരഞ്ഞെടുക്കുക. ലാത്തുർ റനീൻ പ്രാസം ഒപ്പിച്ചിട്ടുള്ള, റനീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, താളമുള്ള എന്നർത്ഥം അല്ലെ. ഒരേ പ്രാസം ഒപ്പിച്ചിട്ടുള്ള പദങ്ങളില്ലേ, നമ്മൾ ആ കൊണ്ട് തുടങ്ങി ആളിങ്ങനെ പറയുന്ന പദങ്ങൾ, അല്ലെങ്കിൽ അവസാനിക്കുന്ന അക്ഷരങ്ങൾ എന്താക്കുക, പിന്നെ ഒന്നിലായിത്തീരുന്ന റൈമിംഗ് വേർഡ്സ് ഒക്കെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാറില്ലേ, അതുപോലുള്ള പദാവലികൾ എന്താക്കുക, ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഓക്കെ, ഇപ്പൊ ഉസ്ലൂബുൽ ഖിതാബിയുടെ ഇതാണ് കേട്ടോ. തക്റാർ വളർബുൽ അംസാൽ വസ്തിഅമാലുൽ മുതറാദിഫാത്ത് വഖ്തിയാറുൽ കലിമാത്തുൽ ജസ്ല മിൻ മലാമിഹി ഉസ്ലൂബുൽ ഖിതാബി. അടുത്തൊരു ചോദ്യം, ഇഖ്തിയാറുൽ ഖത്ത, തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. علم النحو أبو أسود الدولي، علم العروض خليل بن أحمد الفراهيدي، علم البلاغة عبد القاهر الجرجاني، وعلم الطب ابن العربي. കാറ്റഗറി 4 2021 ചോദിച്ച ചോദ്യം കേട്ടോ. ഇൽമുത്തിബ് ഇബ്നുൽ അറബി. ഇൽമുത്തിബ് ആരാണ്? ഇബ്നു സീനയാണ് അല്ലെ. അവിസന്നാന്ന് യൂറോപ്പ് വിളിക്കുന്ന ഇബ്നു സീനയാണ് ഇൽമുത്തിബിന്റെ ഒരു മുഅസ്സിസ്, അബു എന്നൊക്കെ അറിയപ്പെടുന്ന ആള്. ഓക്കെ, അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നും കൂടി ഷോർട്ട് ചെയ്ത് പറയാണ്. ഫസ്റ്റ് നമ്മൾ ഫസാഹത്ത് എന്തെന്ന് പറഞ്ഞു, കാര്യങ്ങൾ വ്യക്തമാക്കി പറയുന്നതിന് ഫസാഹത്ത് എന്ന് പറയാം. ലളിതമായ പദാവലികളിൽ നല്ല കോർവയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഫസാഹത്ത് എന്ന് പറയും. ബലാഗത്ത് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആശയങ്ങളെ ശരിയായ ഫസീഹായ കലാമിലൂടെ ആവിഷ്കരിക്കുന്നതിനാണ് എന്താ പറയാ, ബലാഗത്ത് എന്ന് പറയാ. ഈ ആവിഷ്കരിക്കുന്നതിന് എന്ത് വേണം, ശൈലി ആവശ്യമുണ്ട്. ഇതിനാണ് ഉസ്ലൂബ് എന്ന് പറയാ. ഓക്കെ, അപ്പൊ ഉസ്ലൂബ് 3 വിധമാണ് നമ്മൾ പറഞ്ഞു. ഉസ്ലൂബുൽ ഇൽമി, ഉസ്ലൂബുൽ അദബി, ഉസ്ലൂബുൽ ഖിതാബി. ഉസ്ലൂബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ ബുദ്ധിയോട് സംവദിക്കുന്നതാണ്. ഉസ്ലൂബുൽ അദബി എന്ന് പറയുന്നത് ഭാവനയും അതുപോലെ തന്നെ എന്താണ്, ആത്തിഫയും ഒക്കെ ചേർന്നതാണ്. ഉസ്ലൂബുൽ ഖിതാബി എന്ന് പറയുന്ന ആവർത്തനവും അതുപോലെ തന്നെ എന്താണ്, പിന്നെ ഒഴുക്കുള്ള പദാവലികളും ഒക്കെ ഉദാഹരണങ്ങളൊക്കെ ചേർന്നവരാണ് ഉസ്ലൂബുൽ ഖിതാബി എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് ഇത്രയും സമയത്തുള്ളിൽ നമ്മൾ പറഞ്ഞു പോയത് കേട്ടോ. നിങ്ങൾ കുറെ കാട് കയറി ചിന്തിക്കേണ്ട, വളരെ സിമ്പിളാണ്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, നമ്മൾ അടുത്തൊരു ഇതിലേക്ക് മൂവ് ചെയ്യാണ്. ഇനി നമ്മൾ അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയെ പറയുന്നത് ബലാഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന ഈ ജ്ഞാനശാഖയെ ഒരു ശാസ്ത്രമായി വികസിപ്പിച്ചിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു മഹാപ്രതിഭയാണ് ആര്, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുന്നത്. ഹിജ്റ 400 ജനിച്ച് 471 അദ്ദേഹം എന്താവുന്നത്, മരണപ്പെടുന്നത്. ഹിജ്റ 400 ജനിച്ച് 471 അദ്ദേഹം മരണപ്പെടുന്നത്. AD വർഷം 1009 ജനിച്ച് 1078 മരണപ്പെടുന്നത് എന്ന് കാണുന്നത്. 1009 ജനിച്ച് 1078 മരണപ്പെടുന്നത്. അബൂബക്കർ അബ്ദുൽ ഖാഹിർ ബിൻ അബ്ദുറഹ്മാൻ ബിൻ മുഹമ്മദ് അൽ ജുർജാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നഹ്വിയുൻ, അദ്ദേഹം ഒരു സത്യത്തിൽ അദ്ദേഹം എന്താണ്, നഹ്വിലായിരുന്നു തുടക്കത്തിൽ വലിയ വൈദഗ്ധ്യം പ്രാഗൽഭ്യം പ്രകടിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് ബലാഗയിലേക്ക് അദ്ദേഹം ചൂട് മാറ്റുന്നതാണ്. നഹ്വിയാണ്, മുത്തകല്ലിമാണ്, ഇൽമുൽ കലാമിൽ വലിയ ജ്ഞാനമുള്ള ആളാണ്, ഫഖീഹാണ്, അതുപോലെ നാഖിദാണ്. ഷാഫിഈൻ അശ്അരിയും, ഷാഫിഈ മദ്ഹബ് ഫോളോ ചെയ്യുന്ന ആളാണ് വിശ്വാസപരമായിട്ട്. അഖീദപരമായിട്ട് എന്താണ്, വിശ്വാസപരമായിട്ട് മീൻസ് കർമ്മശാസ്ത്രപരമായിട്ട് ഷാഫിഈ മദ്ഹബ് ഫോളോ ചെയ്യുന്ന
അഖീദാപരമായിട്ട് അഷ്അരി മദ്ഹബ് ഫോളോ ചെയ്യുന്ന ആളുമാണ്. ഹുവല്ലദീ ലുഖിബ ബി മുഅസ്സിസ് റായിദ് വാലി, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യനിൽ വരും കേട്ടോ. പദാവലി ഉപയോഗിക്കുക, ചിലപ്പോൾ മുഅസ്സിസ് എന്ന് ചോദിക്കും, ചിലപ്പോൾ റായിദ് എന്ന് ചോദിക്കും, ചിലപ്പോൾ വാലി ഇൽമുൽ ബലാഗ എന്നൊക്കെ ചോദിക്കും. ഉപയോഗിക്കുന്ന പദാവലി, ക്വസ്റ്റ്യനിൽ വരുന്ന പദാവലികളെ വ്യത്യാസം ഉണ്ടാവും. ആൻസർ എന്താണ്? ഒറ്റ ആൻസറാണ്. അതേതാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി എന്നുള്ളതാണ്. റായിദ് ഇൽമുൽ ബലാഗ, ഇൽമുൽ മആനി, ഇൽമുൽ ബയാൻ, ഇതിന്റെയൊക്കെ റായിദാണ് ആര്? അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഇൽമുൽ ബലാഗയിലെ ഏറ്റവും സുപ്രധാനമായ 2 രചനകളാണെന്ന് അസ്റാറുൽ ബലാഗയും ദലായിലുൽ ഇജാസ്. ഏതുറക്കത്ത് വിളിച്ചു ചോദിച്ചാലും നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവേണ്ട 2 പുസ്തകമാണ് കേട്ടോ. അസ്റാറുൽ ബലാഗയും ദലായിലുൽ ഇജാസും അബ്ദുൽ ഖാഹിർ ജുർജാനിയുടെ വളരെ പ്രധാനപ്പെട്ട 2 രചനകളാണ്. ഓക്കെ, അസ്റാറുൽ ബലാഗ, ദലായിലുൽ ഇജാസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൽമുൽ ബലാഗ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ മുഅസ്സിസ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ് നമ്മൾ പറഞ്ഞു. അദ്ദേഹം പിന്നെന്താണ്, ജുർജാനിലാണ് ജനിക്കുന്നത്. ഹിജ്റ 400 ജനിച്ച് 471 മരണപ്പെട്ടു. അദ്ദേഹമാണിത് ഈ ജ്ഞാനശാഖയുടെ മുഅസ്സിസ്, റായിദ് ഒക്കെ വാലിയൊക്കെ ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇൽമുൽ ബലാഗയെ 3ആയി തരംതിരിക്കാം: ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. ഓക്കെ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ എന്നിങ്ങനെ 3ആയി തരംതിരിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും, പക്ഷെ എനിക്കിത് പറയുമ്പോൾ അത് കൃത്യമായി പറയണമെങ്കിൽ, അതിനൊരു കോർവയിൽ പറയണമെങ്കിൽ ഇതൊക്കെ പറഞ്ഞു പോകേണ്ടി വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിക്കുന്നത്. ഇൽമുൽ ബയാന്റെ മുഅസ്സിസാരാണ് അബ്ദുൽ ഖാഹിർ അൽ ജുർജാനിയാണ്. ഇൽമുൽ മആനിയുടേത് അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഇൽമുൽ ബദിയന്റേതാണ് അബ്ദുല്ലാഹിബുൽ മുഅത്തസി. അതാണ് നമ്മുടെ ഫസ്റ്റ് തുടക്കത്തിൽ ചോദ്യം ചർച്ച ചെയ്ത സമയത്ത് അബ്ദുല്ലാഹിബിൻ മുഅത്തസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉണ്ടായത് നമ്മൾ അവിടെ വന്നത്. നമ്മൾ എന്താണെന്നത് പറയും ഇൽമുൽ ബദിയന്റെ സന്ദർഭത്തിൽ കേട്ടോ. ഓക്കെ, ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. എന്താണ് ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുണ്ട്. 2021 മുതൽ 21, 22, 23, 24 ഈ കഴിഞ്ഞ എക്സാമുകളിലടക്കം ബലാഗയുമായി ബന്ധപ്പെട്ട് വന്ന ക്വസ്റ്റ്യൻസ് പൊതുവെ ടെക്സ്റ്റ് ബുക്കിലെ ഉദാഹരണങ്ങൾ നേരിട്ട് ചോദിക്കുന്ന ആ ശൈലിയിൽ നിന്ന് മാറിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പഴയ ചോദ്യങ്ങൾ കാണാതെ പഠിച്ചു പോവുക, അല്ലെങ്കിൽ ടെക്സ്റ്റിലുള്ള ഉദാഹരണങ്ങൾ മാത്രം പഠിച്ചു പോകുന്ന ശൈലി നിർബന്ധമായും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് പഠിക്കേണ്ട എന്നല്ല, അത് മാത്രം പഠിക്കുന്ന ശൈലി മാറ്റണം. അതിനപ്പുറത്തേക്ക് കൺസെപ്റ്റ് പഠിക്കുകയാണ് വേണ്ടത്. ഞാനിത് പറയാൻ കാരണം, ഞാനിത് കുറെ സ്ഥലത്ത് ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഓഫ്ലൈനും ഓൺലൈനൊക്കെ ആയിട്ട് അന്ന് ചെറിയ ആയിരിക്കും 10, 30 അല്ലെങ്കിൽ 40, 50 ആളുകളൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് കൂടി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ അവരെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാവരും ആൻസർ പറയും. അതായത് PYQ കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരും ചാടിക്കയറി ആൻസർ പറയും. ഇത് എന്തുകൊണ്ടാണ് ഇത് ആൻസർ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിയില്ല. അതിന്റെ പ്രശ്നം വെച്ചാൽ ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ടെക്സ്റ്റിൽ ഈ ഇൽമുൽ ബയാന്റെ പാഠത്തിലാണ് ഈ ഉദാഹരണം വന്നത്. അതുകൊണ്ട് എന്താണ് ഇൽമുൽ ബയാന്റെതാണ്. എന്തുകൊണ്ടത് ഇൽമുൽ ബയാന്റെ പാഠത്തിൽ വന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ടെക്സ്റ്റിൽ അങ്ങനെയാണ് വന്നത്, അതുകൊണ്ട് ഞങ്ങളിവിടെ ആൻസർ ചെയ്യുന്നു, ഞങ്ങൾക്ക് മാർക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ആ പരിപാടി അവസാനിപ്പിച്ചാലേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, കേട്ടറ്റിന് ഈ ഇൽമുൽ ബലാഗ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു വെക്കാണ്. ഓക്കെ, അപ്പൊ ഇനി ആര് ചോദിച്ചാലും എന്താണ് ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ, ഉലൂമുൽ ബലാഗ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് എന്ന് മലയാളത്തിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും കൂടി നമുക്ക് എന്താവണം, സാധ്യമാവണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പിരിച്ചുവിടുള്ളൂ കേട്ടോ ഇൻഷാ അല്ലാഹ്. ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് ഹുവ അൽ ഫന്നുല്ലദി യുഅറഫു ബിഹി ഇറാദുൽ മഅനിൽ വാഹിദ് ബിതുർഖിൻ മുഖ്തലിഫ. ഹുവ അൽ ഫന്നു, ഒരു കലയാണ്. അല്ലദി, എങ്ങനെയുള്ളതാണ്, യുഅറഫു ബിഹി, അതിലൂടെ അറിയപ്പെടും, ഇറാദുൽ മഅനിൽ വാഹിദ്, ഒരാശയത്തെ ബിതുർഖിൻ മുഖ്തലിഫ, വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക. ഒരാശയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനാണ് എന്ത് പറയാ, ഇൽമുൽ ബയാൻ എന്ന് പറയാം. നേരത്തെ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലേ, കുട്ടികളോട് ഫോൺ നോക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മുതിർന്ന കുട്ടിയോട് എന്ന് പറയും ഓർഡറിംഗ് രൂപത്തിൽ പറയും, ചെറിയ കുട്ടിയോട് എന്താണ് സ്നേഹത്തോടു കൂടി വളരെ സൗമ്യമായി അവതരിപ്പിക്കും. അപ്പൊ ഒരേ ആശയത്തെ വ്യത്യസ്തമായ രൂപത്തിൽ അവിടെ നമ്മൾ എന്തായി അവതരിപ്പിച്ചു. നമ്മൾ പറയുന്ന ഒറ്റ കാര്യം എന്താണ്, ഫോൺ അധികമായി ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അതെന്താണ്, കാഴ്ചയെ ബാധിക്കും എന്നുള്ള ഒറ്റ കാര്യമാണ്. അതെന്താകുന്നു, വ്യത്യസ്തമായ ശൈലിയിൽ അവതരിപ്പിക്കുന്നു. അതാണ് ഇൽമുൽ ബയാൻ ചെയ്യുന്നത്. ഓക്കെ, ഇൽമുൽ ബയാൻ ചെയ്യുന്നത് ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക. സിമ്പിൾ, ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇൽമുൽ മആനിയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഈ പറയുന്ന കാര്യത്തെ സാഹചര്യത്തോടും സന്ദർഭത്തോടും അനുയോജ്യമായിട്ടാണോ പറയേണ്ടത് എന്നുള്ളതാണ് ഏത് നിശ്ചയിക്കുന്നത്, ഇൽമുൽ മആനി ചെയ്യൽ. എല്ലാം എല്ലായിടത്തും എല്ലാവരോടും വിളിച്ചു പറയാനുള്ളതല്ലോ. പറയേണ്ട ആശയങ്ങൾ ശരിയായിരിക്കാം, പക്ഷെ സന്ദർഭങ്ങൾ എന്താവണമെന്നില്ല, ശരിയാവണമെന്നില്ല.
സാഹചര്യം അതിന് അനുയോജ്യമാവണമെന്നില്ല. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്താവേണ്ടത്, കാര്യങ്ങൾ പറയേണ്ടത് എന്നുള്ളതാണ്. അല്ലെ, തകർന്നിരിക്കുന്ന പരീക്ഷയിൽ തോറ്റുപോയ വിദ്യാർത്ഥിയുടെ മുമ്പിൽ കുറെ തമാശകൾ പറയുമ്പോൾ ആ സന്ദർഭത്തോട് തീർത്തും അനുയോജ്യമായ അല്ലാത്തൊരു കാര്യമാണ്. അപ്പൊ പറയുന്ന കാര്യം വ്യത്യസ്തമായ രൂപത്തിലുള്ള ഒരു കാര്യമാണ് ഇൽമുൽ ബയാൻ ചെയ്യുന്നതെങ്കിൽ ഇൽമുൽ മആനി ആ പറയുന്ന കാര്യം സന്ദർഭത്തോടും സാഹചര്യത്തോടും അനുയോജ്യമായതാണോ എന്നാണ് പരിശോധിക്കുന്നത്. ഹുവ ഇൽമുൻ, ഒരു ജ്ഞാനശാഖയാണ്, യബ്ഹസു ഫീഹി, അതിൽ അന്വേഷിക്കുന്നു, അനിൽ അഹ്വാലിൽ ലഫ്ളി, പദത്തിന്റെ അവസ്ഥ, അല്ലദി യുതാബിഖുൽ കലാം, അത് സന്ദർഭത്തോട് യോജിക്കുന്നതാണോ, ബിഹ മുഖ്തദൽ ഹാൽ, മുഖ്തദൽ ഹാൽ എന്നാണ് സന്ദർഭം. അപ്പൊ സാഹചര്യത്തോട് ചേർന്ന് വരുന്ന പദങ്ങളാണോ ഇവിടെ ഉപയോഗിക്കുന്നത് എന്നാണ് ഏത് ചർച്ച ചെയ്യുന്നത്, ഇൽമുൽ മആനി ചർച്ച ചെയ്യുന്നത്. അപ്പോ ഇൽമുൽ ബയാൻ നമ്മൾ പറഞ്ഞു, ഒരാശയത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുക. ആ അവതരിപ്പിക്കുന്ന കാര്യം സാഹചര്യത്തോടും സന്ദർഭത്തോടും അനുയോജ്യമായതാണോ എന്ന് ആര് പരിശോധിക്കും? ഇൽമുൽ മആനി പരിശോധിക്കും. ഓക്കെ, ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നത് ഇൽമുൽ ബയാനാണെങ്കിൽ ആ അവതരിപ്പിക്കുന്നത് സാഹചര്യത്തോടും സന്ദർഭത്തോടും അനുയോജ്യമായതാണോ എന്ന് ഇൽമുൽ മആനി ചർച്ച ചെയ്യുന്നു. ഇൽമുൽ ബദീ എന്ത് ചെയ്യുന്നു? ആ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്ന സാഹചര്യത്തോടും സന്ദർഭത്തോടും ചേർന്ന് നിൽക്കുന്ന ആ കലിമത്തിനെ, ആ വാചകത്തെ ഏറ്റവും എങ്ങനെ ഭംഗിയാക്കാം എന്നുള്ളതാണ് ഏത് ചർച്ച ചെയ്യുന്നത്? ഇൽമുൽ ബദീ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഇൽമുൽ ബദീ എന്ന് പറഞ്ഞാൽ ഇൽമുൻ യബ്ഹസു ഫീഹി, അതിൽ അന്വേഷിക്കുന്നു, അൻ വുജൂഹി തഹ്സീനിൽ കലാം, കലാമിനെങ്ങനെ ഭംഗിയുള്ളതാക്കാം, മനോഹരമാക്കി തീർക്കാം എന്നുള്ളതാണ്. ബിൽ മുഹ്സനാത്തുൽ ലഫ്ദിയ വൽ മഅനവിയ, മുഹ്സനാത്തുൽ ലഫ്ദിയയും മഅനവിയും ഉപയോഗിച്ചുകൊണ്ട്. അപ്പൊ സിമ്പിളായി തീർന്നു ഉലൂമുൽ ബലാഗ എന്ന് പറയുന്നത്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദീ എന്നുള്ളതാണ്. ഇതാര് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക, അത് സന്ദർഭത്തോടും സാഹചര്യത്തോടും ചേർന്നതാണ് എന്നുള്ളതാണ് ഇൽമുൽ മആനി പരിശോധിക്കുന്നത്. അതിനെ എങ്ങനെ ഭംഗിയാക്കിയുള്ളതാക്കി അവതരിപ്പിക്കാം എന്നുള്ളത് ഇൽമുൽ ബദീയും ചർച്ച ചെയ്യും. ഓക്കെ, ഉള്ളിലുള്ള ഒരാശയത്തെ വ്യത്യസ്തമായി സാഹചര്യത്തോടും സന്ദർഭത്തോടും യോജിച്ച് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നതാണ് എന്ത്? ഉലൂമുൽ ബലാഗ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ, കൂടുതൽ വിശദീകരിക്കുന്ന സമയത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇൽമുൽ ബയാനാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഇൽമുൽ ബയാനാണ് ആദ്യമായി ചർച്ച ചെയ്യുന്നത്. ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇൽമുൽ ബയാൻ ചെയ്യുന്നത്. ഓക്കെ, അവ്വലു മൻ തകല്ലഫ ഫീ ഇൽമുൽ ബയാൻ അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. ആദ്യമായി ഇൽമുൽ ബയാനെ കുറിച്ച് സംസാരിച്ച വ്യക്തിത്വമാരാണ്? അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അപ്പൊ കൺഫ്യൂഷനായി. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? അതിന് മുഅസ്സിസ്, അതിന്റെ റായിദ് എന്നൊക്കെ പറഞ്ഞ് അബ്ദുൽ ഖാഹിർ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അടുത്ത സ്ലൈഡിൽ പറയുന്നു ഇൽമുൽ ബയാന്റെ എന്താണ് ആദ്യമായി സംസാരിച്ച ആള് അബൂ ഉബൈദ മഅ്മർ മുസന്നയാണ്. ആ കൺഫ്യൂഷൻ ആയി അല്ലേ? കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ പറഞ്ഞു ഇൽമുൽ ബയാനെ ഒരു ശാസ്ത്രമായിട്ട്, ഒരു ജ്ഞാനശാഖയായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ആരാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനി. അതിനു മുമ്പ് പല ആളുകളും, ഇപ്പോ അബൂ ഉബൈദ മഅ്മർ മുസന്നി ആവട്ടെ, ജാഹിൽ അദ്ദേഹത്തിന് അൽ ബയാൻ വത്തബീനിലാവട്ടെ, അങ്ങനെ കുറെ ആളുകൾ എന്തായിട്ടുണ്ട് ഈ വിഷയത്തെ തുടക്കം എന്ന നിലയ്ക്ക് പല രീതിയിൽ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കൃത്യമായ നിർവചനം നൽകി, കൃത്യമായ ഒരു രീതിശാസ്ത്ര രേഖകൾ സമർപ്പിച്ച് അതിനൊരു ജ്ഞാനശാഖയായിട്ട് അവരൊന്നും എന്തായിട്ടില്ല, ഡെവലപ്പ് ചെയ്തിട്ടില്ല, വികസിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നിർവഹിച്ചതാരാണ്? അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് ആദ്യമായി ഇൽമുൽ ബയാൻ സംസാരിച്ചതാരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അബ്ദുൽ ഖാഹിർ ജുർജാനി എഴുതിയാൽ ഉത്തരം തെറ്റാണ്. അപ്പൊ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാം. അവ്വലു മൻ തകല്ലമ ഫീ ഇൽമുൽ ബയാൻ, ഇൽമുൽ ബയാനെ കുറിച്ച് ആദ്യമായി സംസാരിച്ചതാരാണ്? അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അതുപോലെ തന്നെ അവ്വലു മൻ അല്ലഫ ഫീ ഹാദൽ ഫൻ, ഈ കലയിൽ ആദ്യമായി ഒരു രചന നിർവഹിക്കുന്നതും ആരാണ്? അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥം, മജാസുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥമാണ്. ഇൽമുൽ ബയാനെ കുറിച്ച് ആദ്യമായി സംസാരിക്കുന്നത് അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. ഈ മേഖലയിൽ ആദ്യമായി അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിൽ രചന നിർവഹിക്കുന്നതും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആൻ എന്ന വിഷയത്തിലാണ് അദ്ദേഹം എന്താവുന്നത്, ഇത് ചർച്ചക്കെടുക്കുന്നത്. ഓക്കെ, ഇനി തീർന്ന് ഇത്രയുള്ള സിമ്പിളാണ്. നമ്മൾ ബലാഗ എന്താണെന്ന് പറഞ്ഞു അല്ലെ? ബലാഗ എന്താണെന്ന് പറഞ്ഞു. ഇനി ബലാഗ മൂന്നായി തിരിച്ചു. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദീ മൂന്നായി തരംതിരിച്ചു. ഇൽമുൽ ബയാനിന്റെയും ഇൽമുൽ മആനിയുടെയും മുഅസ്സിസ് അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ഇൽമുൽ ബദീന്റേത് അബ്ദുല്ലാഹ് ഇബ്നുൽ മുഅ്തസ് ആണെന്ന് പറഞ്ഞു. ഇനി ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതാണ്.
ഇൽമുൽ മആനി എന്ന് പറഞ്ഞാൽ അത് സന്ദർഭത്തോടോ സാഹചര്യത്തോടോ യോജിക്കുന്നതാണെന്ന് ചർച്ചയാണ്. ഇൽമുൽ ബദീ അതിനെ കൂടുതൽ മനോഹരമാക്കി തീർക്കുക, ഭംഗിയുള്ളതാക്കി തീർക്കുക എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ഇനി ഇൽമുൽ ബയാനിലേക്ക് വരുമ്പോൾ, ഇൽമുൽ ബയാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുക. അതിൽ ആദ്യമായി സംസാരിച്ച വ്യക്തിത്വമാരാണ്? അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആൻ എന്നുള്ളതാണ് ഈ മേഖലയിലെ ആദ്യത്തെ ചുവടുവെപ്പ് അല്ലെങ്കിൽ ആദ്യത്തെ രചന എന്ന് പറയുന്നത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി അതൊക്കെ നോക്കണ്ട നിങ്ങൾ. ഇനി ഇൽമുൽ ബയാൻ ഒരു ചോദ്യമാണ്, 2014 ചോദിച്ചൊരു ചോദ്യമാണ്. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി ഒറ്റഭാഗം പൂരിപ്പിക്കാനാണ്. ഇൽമുൽ ലുഗ, ഇൽമുൽ ഖാഫിയ, ഇൽമുൽ ബദിയ, ഇൽമുൽ അറൂഫ്. എല്ലാവരും നല്ല അറിവുള്ള ആളുകളാണ് അല്ലേ? ഞാൻ നിങ്ങളെ ചെറുതാക്കുന്നുണ്ടോ എന്നൊരു സംശയം എനിക്കുണ്ട്. സഹിക്കട്ടോ. ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി അല്ലെ? 3 എണ്ണമാണ് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തൊരു ചോദ്യം, ലൈസ മിൻ ഇസ്തിലാഹിൽ ബലാഗി അൽ ഇസ്തിആറ, കിനായ, ഉസ്ലൂബുൽ ഹക്കീം, അൽ ക്ലാസിക്. ലൈസ മിൻ ഇസ്തിലാഹിൽ ബലാഗി അൽ ഇസ്തിആറ, കിനായ, ഉസ്ലൂബുൽ ഹക്കീം, അൽ ക്ലാസിക്. ക്ലാസിക്കി എന്നുള്ളതാണ് അല്ലെ? ഇസ്തിആറയും കിനായും ഉസ്ലൂബുൽ ഹക്കീം ഒക്കെ ബലാഗയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലാസിക്കി, നിയോ ക്ലാസിസം എന്നൊക്കെ അദബും അതിന് നഖ്ദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യണേ. ഇൽമുൻ യുറക്കദു അലാ ജമാലിയത്തി തഅബീർ. ചോദിച്ച ചോദ്യം തന്നെയാണ്, നമ്മുടെ ഓർമ്മശക്തി ഒന്ന് പരീക്ഷിക്കാം. ഇൽമുൽ ബലാഗ. നെക്സ്റ്റ് അടുത്ത ചോദ്യം, അൽ ഇത്തിയാൻ ബിമാനൽ ജലീൽ ബിവുളൂഹിൻ വബിഇബാറത്തിൻ ഫസീഹത്തിൻ സ്വഹീഹ ഫഹാദാ തഅരീഫുൻ ലി ഇൽമുൽ ലിസാനിയാത്ത്, ഇൽമുൽ ബലാഗ, ഇൽമുൽ അറൂദ്, ഇൽമുൽ ലുഗ. 2021 ചോദിച്ച ചോദ്യമാണ്, കാറ്റഗറി 3. ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും വിചാരിക്കുന്നു. അതൊക്കെ ചോദ്യങ്ങളിൽ എന്തായിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ചോദിച്ച ശൈലിയും രീതിയും ഏതൊക്കെയാണെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ലിത്തിയാൻ ബിമാനൽ ജലീൽ നമ്മുടെ ബലാഗയ്ക്ക് പറഞ്ഞ താരീഫാണ് അല്ലെ? ലിത്തിയാൻ ബിമാനൽ ജലീൽ ബിവുളൂഹിൻ വബിഇബാറത്തിൻ ഫസ്വീഹത്തിൻ സ്വഹീഹത്തിൻ എന്നുള്ളത് ഇൽമുൽ ബലാഗയുടെ താരീഫാണ്. ഓക്കെ, ഇനി ഇൽമുൽ ബലാഗയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ടതാണ് തശ്ബീഹ് എന്ന് പറയുന്നത്. തശ്ബീഹ് എന്ന് പറയും. ഇൽമുൽ ബലാഗയെ നമ്മൾ 3ആയി തരംതിരിച്ചു: ഇൽമുൽ ബയാൻ, ഇൽമുൽ മആനി, ഇൽമുൽ ബദിയ. അതിൽ നമ്മൾ ആദ്യമായി ഇൽമുൽ ബയാനെ ചർച്ച ചെയ്യുന്നു. ബയാൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതാണ് എന്ന് പറയാം, ഇൽമുൽ ബയാൻ എന്ന് പറയാം. ഒരു കാര്യത്തെ വ്യത്യസ്തമായി അവതരിപ്പിക്കുന്നതിനാണ് ഇൽമുൽ ബയാൻ എന്ന് പറയാം. അതിന്റെ മോസിസ് അബ്ദുൽ ഖാഹിർ ജുർജാനിയാണ്. ആദ്യമായി ആ വിഷയത്തിൽ സംസാരിച്ച ആള് അബൂ ഉബൈദ മഅ്മർ ഇബ്നുൽ മുസന്നയാണ്. അദ്ദേഹത്തിന്റെ മജാസുൽ ഖുർആനാണ് ഈ മേഖലയിലെ ആദ്യത്തെ ഒരു രചന എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതിൽ 1ാമത്തെ ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള തശ്ബീഹ് എന്ന് പറയുന്നത്. തശ്ബീഹ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. തശ്ബീഹ് എന്ന് പറയുന്ന ലുഗത്തൻ, ഭാഷാർത്ഥത്തിൽ അൽ മുമാസല അല്ലെ? സമമായത്, പോലോത്തത് എന്നുള്ളതൊക്കെ എന്ത് പറയും? തശ്ബീഹ് എന്ന് പറയും. മുമാസലത്ത്, മസൽ എന്ന് പറഞ്ഞ പോലെ, ഉദാഹരണം പോലെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇസ്ലാഹൻ, സാങ്കേതിക അർത്ഥത്തിൽ ബയാനു അന്ന ഷൈഇൻ ഔ അഷിയഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബിഅദാത്തിൻ ഹിയൽ കാഫ് ഔ നഹവഹ മൽഫൂലതൻ ഔ മൽഹൂലതൻ. ഇതിൽ ഓരോ വാക്കുകളും കൃത്യമായി മനസ്സിലാക്കണേ. ഈസിയാണ്, നിങ്ങൾ കാണാതെ പഠിക്കാൻ വേണ്ട, നിങ്ങൾ പഠിയും, ഓട്ടോമാറ്റിക്കലി പഠിയും ഇൻഷാ അല്ലാഹ്. ബയാൻ വ്യക്തമാക്കലാണ്. അന്ന ഷൈഇൻ ഒരു കാര്യം, ഔ അഷിയഇൻ അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ, ഷാറകത്ത് അത് പങ്കുചേർന്നു, ഗൈറഹ മറ്റൊന്നിനോട്, ഫി സിഫത്തിൻ ഒരു വിശേഷണത്തിൽ, ഔ അക്സറ അല്ലെങ്കിൽ ഒന്നിലധികം വിശേഷണങ്ങളിൽ പങ്കുചേരുന്നു. എങ്ങനെ പങ്കുചേരുന്നു? ബി അദാത്തിൽ ഒരു അദാത്തിലൂടെ, ഒരു മാധ്യമത്തിലൂടെ. ഹിയൽ കാഫ് അത് കാഫ് പോലത്തതാണ്, ഔ നഹ്വഹ അത് പോലത്തതാണ്. മൽഫൂദത്തൻ ഔ മൽഹൂദത്തൻ ഈ അദാത്ത് ചിലപ്പോൾ എന്താണ്? മൽഫൂദായിരിക്കും, ഒന്നുകിൽ മൽഹൂദായിരിക്കും എന്നുള്ളതാണ്. മൽഫൂദ് എന്ന് പറഞ്ഞാൽ വ്യക്തമായി അവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. മൽഹൂദ് എന്ന് പറഞ്ഞാൽ അവിടെ മാനവിയായിരിക്കും, സങ്കല്പിക്കുന്നതായിരിക്കും. അവിടെ പ്രത്യക്ഷത്തിൽ എന്താവണമെന്നില്ല, കാണണം എന്നില്ല എന്നുള്ളതാണ്. അപ്പോ എന്താ പറഞ്ഞത്? ബയാനു ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ മറ്റൊന്നിനോട് ഒന്നോ അതിലധികമോ വിശേഷണങ്ങളിൽ പരസ്പരം എന്താവുന്നു? കൂറാവുന്നു. അതെന്താവുക? അദാത്ത്, കാഫ് പോലെയുള്ള അദാത്തുകൾ ഉപയോഗിച്ച് ആവിഷ്കരിക്കുക എന്നുള്ളതാണ് തശ്ബീഹ് ചെയ്യുന്നത്. ഉദാഹരണം നോക്ക്, അർ റജുലു ഒരു മനുഷ്യൻ, കൽ അസദ് അദ്ദേഹം സിംഹത്തെ പോലെയുണ്ട്, ഫി ഷജാഅത്തി ധീരതയിൽ എന്നുള്ളതാണ്. അപ്പൊ ഈ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്തായി? അദ്ദേഹം സിംഹം എന്ന ജീവിയോടുകൂടി എന്തായി? മുഷാറക്കയായി. ഏതിൽ? ഫി സിഫത്തിൻ ഒരു വിശേഷണത്തിൽ. അതുകൂടെ എന്താണ്? വിശേഷണം എന്താണ്? അഷജാഅത്ത് ധീരത എന്നുള്ളതാണ്. അതിനെ ആവിഷ്കരിച്ചു. ബി അദാത്തിൻ ഹിയൽ കാഫ്, കാഫ് ഔ നഹ്വ അതുപോലെ അദാത്ത്. ഇവിടെ കാഫാണ് അദാത്തായി കൊടുത്തിരിക്കുന്നത്. ഇവിടെ മൽഫൂദാണ് അല്ലെങ്കിൽ മൽഹൂദോ ആയിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. വളരെ സിമ്പിൾ ആണ്. ഒരു കാര്യം ഒന്നോ അതിലധികമോ കാര്യത്തോട് ഒന്നോ അതിലധികമോ വിശേഷണങ്ങളിൽ പങ്കുചേരുന്ന എന്നതിനാണ് എന്താ പറയാ? തശ്ബീഹ് എന്ന് ലുഗത്തിൽ പറയുക.
ഓക്കെ. ഇനി അർറജുലു കൽ അസ്ദി ഫി ഷജാ നമ്മൾ പറഞ്ഞു. അർറജുലു കൽ അസ്ദി ഫി ഷജാ, റജുലു എന്നുള്ളതാണ് മുഷബ്ബഹ്. എന്താണ് നമ്മൾ വിശദമായി പറയും. കാഫാണ് ഇവിടെ അദാത്തു തശ്ബീഹ്, അസദ് മുഷബ്ബഹ് ബിഹി, അഷ്ജാ എന്നുള്ളതാണ് വജ്ഹു ഷബഹ്. ഓക്കെ. ഇനി ഇതാണ് സാധനം അർക്കാനു തശ്ബീഹ്. തശ്ബീഹിന്റെ റുക്കുനുകൾ എന്ന് പറയുന്നത് 4 റുക്കുനുകളാണ്. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നല്ല ശതമാനം ആളുകളും തെറ്റിച്ചുള്ള ഒരു ചോദ്യമാണ് അർക്കാൻ തശ്ബീഹ് എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ചോദ്യം. അർക്കാൻ തശ്ബീഹ് അർബഅത്തുൻ, 4 നമ്മൾ വളരെ എളുപ്പമുള്ളതാണ് തെറ്റിക്കുക. എന്നിട്ടോ വളരെ ടഫുള്ളത് മണിക്കൂറുകൾ എടുത്ത് സമയം എടുത്ത് ഇങ്ങനെ ചിന്തിച്ചിട്ട് അതിന്റെ പിന്നാലെ കളയുന്ന ബാക്കിയുള്ള എളുപ്പമുള്ളത് ആൻസർ ചെയ്യുന്നിടത്ത് എന്താവും തെറ്റിക്കുകയും ചെയ്യും. ഇപ്പൊ എക്സാം റൈറ്റിംഗ് എക്സാം ഇസ് ആൻ ആർട്ട് അല്ലെ, അതൊരു കലയാണെന്ന് പറയാനുണ്ട്. സമയത്തെ കൃത്യമായി വിനിയോഗിച്ചിട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ഈസി ആയ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യാം. ഓക്കെ. അർക്കാന തശ്ബീഹ് അർബഅത്തുൻ, അത് എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. 1 മുഷബ്ബഹ്, 2 മുഷബ്ബഹ് ബിഹി, വജ്ഹു ഷബഹ്, അദാത്തു തശ്ബീഹ്. ഈ 4 എണ്ണമാണ് തശ്ബീഹിന്റെ റുക്കുനുകൾ എന്ന് പറയുന്നത്. അതിൽ 2 എണ്ണം മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി എന്ന് പറയുന്നത് ത്വറഫൈ തശ്ബീഹ് എന്നറിയപ്പെടും. തശ്ബീഹിന്റെ 2 ത്വറഫുകൾ എന്നറിയപ്പെടും. അത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്തില്ല, അവിടെ തശ്ബീഹേ ഇല്ല. മുഷബ്ബഹും മുഷബ്ബഹും ഇല്ലെങ്കിൽ പിന്നെ അവിടെ എന്തില്ല, തശ്ബീഹ് എന്ന കാര്യം തന്നെ ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ. അർക്കാൻ തശ്ബീഹ് അർബഅത്തുൻ, മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി, വജ്ഹു ഷബഹ്, അദാത്തു തശ്ബീഹ്. ത്വറഫൈ തശ്ബീഹ് എന്നറിയപ്പെടുന്ന എന്താണ്? മുഷബ്ബഹ് അല്ലെങ്കിൽ മുഷബ്ബഹ് ബിഹി. ഇത് രണ്ടുമാണ് ത്വറഫൈ തശ്ബീഹ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. നമ്മൾ പറഞ്ഞു മുഷബ്ബഹ് എന്ത്, മുഷബ്ബഹ് ബിഹി എന്ത്, വജ്ഹു ഷബഹ് എന്ത്, അദാത്തു തശ്ബീഹ് എന്ത്. ഇതാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോ അസദ് അർറജുലു കൽ അസ്ദി ഫി ഷജാ എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞുതരും. മുഷബ്ബഹ് ഏത്, മുഷബ്ബഹ് ബിഹി ഏത്, വജ്ഹു ഷബഹ് ഏത്, അദാത്തു തശ്ബീഹ് ഏതെന്നൊക്കെ കൃത്യമായി പറഞ്ഞുതരും. എന്നാലോ ഒരു കവിത തന്ന് അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്നൊരു മുഷബ്ബഹ് മുഷബ്ബഹ് ഒരു ഇബാറത്ത് തന്നിട്ട് ഇതിലുള്ള മുഷബ്ബഹ് മുഷബ്ബഹ് ചോദിച്ചാൽ എല്ലാവരും എന്താവും, അട്ടം നോക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്താണ് മുഷബ്ബഹ് മുഷബ്ബഹ് ബിഹി എന്തല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയത് നമുക്ക് എന്താവും ഈ പ്രശ്നം പരിഹരിക്കുന്നു. അപ്പൊ മുഷബ്ബഹ് എന്ന് പറയുന്നത് ആ ഷൈഉല്ലദീ യുറാദു തശ്ബീഹ്, ഏതിനാണോ തശ്ബീഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനാണ് മുഷബ്ബഹ് എന്ന് പറയുന്നത്. മുഷബ്ബഹ് ബിഹി എന്ന് പറഞ്ഞാലോ അഷൈഉല്ലദീ യുഷബ്ബഹു ബിഹി, ഏതിനോടാണോ തശ്ബീഹ് ചെയ്യുന്നത് അതിന് മുഷബ്ബഹ് ബിഹി എന്ന് പറയും. അപ്പം അർറജുലു കൽ അസദി ഫി ഷജാ എന്ന് പറഞ്ഞു. അപ്പൊ റജുൽ എന്ന മനുഷ്യനെയാണ് നമ്മൾ തശ്ബീഹ് ചെയ്യുന്നത്, അത് മുഷബ്ബഹാണ്. ഏതിനോടാണ് തശ്ബീഹ് ചെയ്യുന്നത്? സിംഹത്തോടാണ്, അസദിനോടാണ്. അതാണെന്ത്? മുഷബ്ബഹ് ബിഹി. അതിലെ വജ്ഹു ഷബഹ് എന്താണ്? ഇതിനെ തശ്ബീഹ് ചെയ്യണമെങ്കിൽ ഇവ രണ്ടും പരസ്പരം യോജിച്ച് വരുന്ന ഒരു വിശേഷണം പൊതുവായി രണ്ടിലും വേണം. അതേതാണ്? അസിഫത്തുൽ മുഷ്തരികത്തു ബൈന ത്വറഫൈൻ, ഈ 2 ത്വറഫിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു വിശേഷണം അവിടെ വേണം. അവിടെ എന്താണ്? ഷജാഅത്ത് എന്നുള്ള ധീരത എന്നുള്ളതാണ് നമ്മളവിടെ പറഞ്ഞ ഉദാഹരണത്തിൽ. പിന്നെ അദാത്തു തശ്ബീഹ് എന്ന് പറഞ്ഞാലോ ഇതിനെ വീട്ടാനുള്ള ഒരു മാധ്യമമാണ്. അറാബിത്തു ബൈന ത്വറഫൈൻ, മുഷബ്ബഹിനെയും മുഷബ്ബഹ് ബിഹിയും കണക്ട് ചെയ്യുന്ന ഒരു റബ്ത്ത്, ഒരു മാധ്യമമാണ് ഇത് അദാത്തു തശ്ബീഹ് എന്ന് പറയുന്നത്. അല്ലെ? ഓരോന്ന് പറയാം. ഇനി അദാത്തു തശ്ബീഹ് എന്താണെന്ന് പറയാം. കാഫ് വനഹ്വഹ എന്ന് പറയാം. ബയാനു അന്ന ഷൈഇൻ ഔ അഷിയാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബിഅദാത്തിൻ നഹ്വൽ ബിഅദാത്തിൽ കാഫ് ഔ നഹ്വഹ എന്നാണ് അവിടെ പറഞ്ഞത്. അല്ലെ? ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ മറ്റൊന്നിനോട് ഒന്നോ അതിലധികം വിശേഷണങ്ങൾ പങ്കുചേരുക, എന്നിട്ടോ അതിനെ കാഫും അതുപോലെയുള്ള അദാത്തുകൾ കൊണ്ട് വിശദീകരിക്കുക. എന്താണ് ഈ പോലെയുള്ളത്? നഹ്വഹ എന്ന് പറയുന്നതാണ് പറയാൻ പോകുന്നത്. അൽ കാഫു നഹ്വ യകൂനു, ആ അദാത്തുകളായിത്തീരും. ഹർഫ് ഉണ്ടാകാം, ഫീൽ ഉണ്ടാകാം, ഇസ്മു ഉണ്ടാകാം. അദാത്തുകൾ ഹർഫും വരും, ഫിഅലും വരും, ഇസ്മും വരും. ഹർഫില് നമ്മൾ ഒന്ന് കാഫ്, മുഹമ്മദൻ കൽ അസദി എന്ന് പറയുന്ന പോലെ. ഇനി കഅന്നൽ കിതാബ് ഉസ്താദ്, ആ ഈ ഗ്രന്ഥം എന്തായിട്ടുണ്ട്? ഒരു ഗുരുനാഥനെ പോലെ ഉണ്ടെന്ന് പറയും. കഅന്ന വരും ഉദാഹരണത്തിന്. ഇനി ഫിഅലുകളിൽ വരുന്നതാണ് തശാബഹ, ളാറഅ, യുമാസിലു, യുളാരിഉ. ഇതൊക്കെ പറയുന്നത് ഒക്കെ അർത്ഥം എന്താണ്? ഒരേ അർത്ഥം തന്നെയാണ്. പോലോത്തത്, അത് മിസ്ല എന്ന അർത്ഥത്തിൽ തന്നെ. തശാബഹ എന്ന് പറഞ്ഞാലും ഷിബ്ഹ് എന്നുള്ള ഒക്കെ അർത്ഥം തന്നെയാണ് കേട്ടോ. അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്, വ്യത്യസ്തമായ പദങ്ങൾ ഉപയോഗിച്ചെന്ന് മാത്രം. തശാബഹ, ളാറഅ, യുമാസിലു, യുമാസിലു, യുളാരിഉ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് ഫിഅലിൽ വരുന്ന അദാത്തുകളാണ്. ഇനി ഇസ്മിൽ വരുന്ന അദാത്തുകളാണ് മിസ്ല, ഷിബ്ഹ്, മുമാസിൽ, മുലാരി, മുഷാബി, ഷബീഹ്. എന്നിങ്ങനെ ഇസ്മിലും എന്തായിത്തീരും? അദാത്തുകൾ വരും. അപ്പൊ ഇതാണ് അദാത്തുകൾ എന്ന് പറയുന്നത്. ഈസിയാണ്. ഇനി നമ്മൾ നോക്കാം അന്ത കശംസി ഫില്ലിയായി എന്നുള്ളതാണ്. നിങ്ങളോട് കൊണ്ട് ഉത്തരം പറയിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ ദയവേത് പറയരുത് കേട്ടോ. ഇത്രയും ആളുകൾ മൈക്കോണക്കിൽ ആകെ കൂടി എന്താവും, കൈവിട്ടു പോകും. അന്ത കശംസി ഫില്ലിയായി, ഇതിലുള്ള മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും വജ്ഹു ഷബഹും അദാത്ത് തശ്ബീഹൊക്കെ നമുക്ക് നോക്കാം. അന്ത
നീ. അപ്പോ നിന്നെയാണ് എന്താക്കുന്നത്, തഷ്ബീഹ് ചെയ്യുന്നത്. അപ്പോ അഷൈഉല്ലദി ഇറാദു തഷ്ബീഹ്, തഷ്ബീഹ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിനാണെന്ന് പറയാ മുഷബ്ബഹ് എന്ന് പറയാം. അപ്പൊ അന്ത, അത് നിങ്ങളാണ്. ഓക്കെ, ഇവിടെ കാഫ് എന്ന് പറയുന്നത് എന്താണ്, അദാത്ത് തഷ്ബീഹാണ്. എന്തിനോടാണോ തഷ്ബീഹ് ചെയ്യുന്നത് അതാണ് മുഷബ്ബഹ് ബി, അത് ഷംസിനോടാണ്. അന്ത നീ കഷംസി, സൂര്യനെ പോലെയാണ്. ഫിൽ ലിയാഇ എന്നാണ്, ഐനല്ല ഹംസയാണ്, ടൈപ്പ് എററാണ്, സോറി. ലിയാഇ ഹംസയാണ്. എന്താണ്, പ്രഭയിൽ അങ്ങെന്താണ്, സൂര്യനെ പോലെയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അന്ത മുഷബ്ബഹ്, കാഫ് അദാത്ത് തഷ്ബീഹ്, ഷംസ് മുഷബ്ബഹ് ബിഹി, ഫിൽ ലിയാഇ എന്ന് പറയുന്നതാണ് എന്ത്, വജ്ഹു ഷബഹ് അല്ലെ. ഇവ രണ്ടിനെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന പൊതുവായ ഒരു വിശേഷണം എന്താണ്, പ്രഭ എന്നുള്ള, ലിയാ എന്നുള്ള, വെളിച്ചം എന്നുള്ളതാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത് നോക്കാം. ഒന്ന്, അന്ത കല്ലൈസി ഫി ഷജാ, ധീരതയിൽ നീ എന്താണ്, സിംഹത്തെ പോലെയാണ്. ധീരതയിൽ നീ സിംഹത്തെ പോലെയാണ്. അന്ത എന്നുള്ളത് മുഷബ്ബഹ്, കാഫ് അദാത്ത് തഷ്ബീഹ്, ലൈസ് സിംഹം എന്നുള്ളത് മുഷബ്ബഹ് ബിഹി, ഷജാഅത്ത് എന്നുള്ളത് വജ്ഹു ഷബഹാണ്. ഓക്കെ, ഇനി അടുത്തത് കഅൻ അഖ്ലാഖക നസീമു സ്വബാഹി ഫിൽ ലുത്ഫി, നിന്റെ സ്വഭാവം എന്താണ്, പ്രഭാതത്തിലെ ഇളം തെന്നൽ പോലെ നൈർമല്യമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ നോക്ക്, കഅന്ന എന്നുള്ളതാണ് അദാത്തു തഷ്ബീഹ്, അഖ്ലാഖുക അതിനെയാണ് എന്താക്കുന്നത്, തഷ്ബീഹ് ചെയ്യുന്നത്. മുഷബ്ബഹ് എന്തിനോടാണ് തഷ്ബീഹ് ചെയ്യുന്നത്, നസീമ സ്വബാഹ് പ്രഭാതത്തിലെ മന്ദമാരുതനോടാണ്. അതെന്താണ്, മുഷബ്ബഹ് ബിഹിയാണ്, മുഷബ്ബഹ് ബിഹിയാണ്. ഫിൽ ലുത്ഫ്, ഏത് വിഷയത്തിലാണ് ഇവർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു വിശേഷണം എന്താണ്, ഫിൽ ലുത്ഫ്, അതിന്റെ നൈർമല്യത്തിലാണ്. അതാണ് വജ്ഹു ഷബഹ് എന്ന് പറയുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാണ്, മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ തഷ്ബീഹാണ്. തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ബയാനു അന്ന ഷൈഇൻ ഔ അഷിയാഇൻ, ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിലധികം കാര്യങ്ങൾ, ഷാറക്കത്ത് ഗൈറഹ മറ്റൊന്നിനോട് പങ്കുചേർന്നു, ഫി സിഫത്തിൻ ഔ അക്സറ ഒരു വിശേഷണത്തിലോ അതിലധികം വിശേഷണങ്ങളോ, ഒന്നിലധികം വിശേഷണങ്ങളോ, ബി അദാത്തിൻ നഹ്വൽ കാഫ്, ഏതുപോലെ കാഫ് പോലുള്ള അദാത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ആവിഷ്കരിക്കുക. മൽഫൂലത്തൻ ഔ മൽഹൂലത്തൻ, അത് മൽഫൂലായിരിക്കും, പ്രത്യക്ഷത്തിൽ കാണുന്നതായിരിക്കും, മൽഹൂലത്തൻ അല്ലെങ്കിൽ എന്തായിരിക്കും, സങ്കല്പിക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. അതാണ് തഷ്ബീഹ് എന്ന് പറയുന്നത്. തഷ്ബീഹിന് 4 റുക്കുനുകളാണ്. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, വജ്ഹു ഷബഹ്, അദാത്തു തഷ്ബീഹ്, 4 റുക്കുനുകളാണ്. അതിൽ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും ത്വറഫൈ അത്തഷ്ബീഹ് എന്നറിയപ്പെടും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് മുഷബ്ബഹ് എന്താണ്, മുഷബ്ബഹ് ബിഹി എന്താണ്, വജ്ഹു ഷബഹ് എന്താണ്, അദാത്തു തഷ്ബീഹ് എന്താണെന്നൊക്കെ ഇതുവരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി എക്സാമ്പിളിൽ വരുന്ന ഒരു ചോദ്യമാണ് തഷ്ബീഹു താം എന്ന് പറഞ്ഞാൽ എന്ത്, തഷ്ബീഹു അത്താം എന്ന് പറഞ്ഞാൽ എന്ത്. തഷ്ബീഹു താം എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട മുഷബ്ബഹും മുഷബ്ബഹു ബിഹിയും അദാത്തു തഷ്ബീഹും വജ്ഹു ഷബഹ് ഒക്കെ ഉള്ള തഷ്ബീഹിന് എന്ത് പറയും, തഷ്ബീഹു താം എന്ന് പറയും. യൂറഫ് ഓയിലൻ ബി തഷ്ബീഹിൽ കാമിൽ, തഷ്ബീഹുൽ കാമിൽ അല്ലെങ്കിൽ തഷ്ബീഹു താം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഹുവ തഷ്ബീഹുല്ലദീ ദുകിറ ഫീഹി ജമീഉ അർക്കാനി തഷ്ബീഹ്, തഷ്ബീഹിന്റെ മുഴുവൻ റുക്കിനുകളും പരാമർശിക്കപ്പെട്ട പറയപ്പെട്ട തഷ്ബീഹിനെയാണ് എന്താ പറയാ, തഷ്ബീഹുൽ കാമിൽ അല്ലെങ്കിൽ തഷ്ബീഹു താം എന്ന് പറയാം. യാനി യതളമ്മന ഫീഹി, അതായത് അത് ഉൾക്കൊള്ളുന്നു മുഷബ്ബഹ്, മുഷബ്ബഹു ബിഹി, അദാത്തു തഷ്ബീഹ്, വജ്ഹു ഷബഹ്. ഇതൊക്കെയുള്ള തഷ്ബീഹിന് എന്താ പറയും, തഷ്ബീഹുൽ കാമിൽ അല്ലെങ്കിൽ തഷ്ബീഹു താം എന്ന് പറയും. ഓക്കെ അല്ലേ, ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇനി തഷ്ബീഹ് നമ്മൾ വിവിധ കിസ്മുകളാക്കി തിരിക്കാൻ പോവാണ്. ഇതുവരെ ട്രാക്കിലാണ്, ഇനി നട്ടം തിരിയരുത്. ഓക്കെ, നമ്മൾ വലുതാവും തോറും നമ്മൾ വിചാരിക്കും, ഞാൻ വലിയ ആളായില്ലേ, അപ്പോ ആളുകൾ എന്നെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിചാരിക്കും. അതേ റെസ്പെക്ട് ചെയ്യുന്നതോടൊപ്പം നമുക്ക് എന്താകുന്നുണ്ട്, ഉത്തരവാദിത്വം കൂടി കൂടുന്നുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അല്ലെ. +2 പഠിക്കുന്ന നമ്മളല്ല, ഡിഗ്രി പഠിക്കുന്ന നമ്മളെന്താണ്, നമ്മുടെ ക്ലാസ് മാറുന്നുണ്ട്, അതോടൊപ്പം നമ്മളുടെ അറിവിന്റെ തോതും മാറണം. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഡിഗ്രിയിൽ എത്തിയിട്ട് +2ന്റെ ലെവലാണെന്ന് പറഞ്ഞാൽ നമുക്ക് മോശമാണ്. അപ്പൊ നമ്മൾ തഷ്ബീഹ് ഇങ്ങനെ പറഞ്ഞു പോയി, നമ്മളിങ്ങനെ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മൾ ഖിസ്മ് ചെയ്യാണ്. അപ്പൊ കൂടെ ഉണ്ടാവണം ഇൻഷാ അല്ലാഹ്. അഖ്സാമു തഷ്ബീഹ്, അഖ്സാമു തഷ്ബീഹ് എന്ന് പറയുന്നത് 5 നമ്മളിവിടെ പറയാൻ പോകുന്നത്. തഷ്ബീഹ് മുർസല്, തഷ്ബീഹുൽ മുഅക്കദ്, തഷ്ബീഹുൽ മുഫസ്സല്, തഷ്ബീഹുൽ മുജ്മല്, തഷ്ബീഹുൽ ബലീഗ്. നമ്മൾ നേരത്തെ പറഞ്ഞ റുക്കനുകൾ ഓർത്തു വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ഓരോന്ന് പറയാം. തഷ്ബീഹുൽ മുർസൽ, തഷ്ബീഹുൽ മുർസൽ, തഷ്ബീഹുൽ മുർസൽ എന്ന് പറഞ്ഞാൽ തഷ്ബീഹുല്ലദീ ദുക്റത് ഫീഹിൽ അദാത്ത്, അദാത്ത് പറയപ്പെട്ട തഷ്ബീഹിന് എന്ത് പറയും, തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. അദാത്ത് എന്താണെന്ന് ഓർമ്മ വേണേ. അദാത്ത് പറയപ്പെട്ട തഷ്ബീഹിന് എന്ത് പറയും, തഷ്ബീഹുൽ മുർസൽ എന്ന് പറയും. ഉദാഹരണം നോക്ക്, അന്ത കല്ലം കശംസി ഫിൽ ദിയാഇ, പ്രഭയിൽ അങ്ങെന്താണ്, സൂര്യനെ പോലെയാണ്.
ഇവിടെ അന്ത മുഷബ്ബഹ് കാഫ് അദാത്ത് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? അത് തഷ്ബീഹ് മുർസലാണ്. തഷ്ബീഹ് മുർസലാണ്. അന്ത കല്ലൈസി, നീ എന്താണ്? സിംഹത്തെ പോലെയാണ്. അതും എന്താണ്? തഷ്ബീഹ് മുർസലാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ കളയപ്പെട്ടിട്ടുണ്ട്, പക്ഷെ അദാത്ത് അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് തഷ്ബീഹ് മുർസലാണ്. അപ്പൊ അദാത്ത് പറയുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹ് മുർസൽ എന്ന് പറയും. അദാത്ത് പറയുന്ന തഷ്ബീഹിനിക്ക് തഷ്ബീഹ് മുർസൽ എന്ന് പറയും. ഇത് വളരെ സിമ്പിൾ ആണ്. തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് കളയപ്പെടുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. അദാത്ത് കളയപ്പെടുന്ന തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. അത്തഷ്ബീഹുൽ ലദി ഹുദിഫത് ഫീഹിൽ അദാത്ത്, അദാത്ത് കളയപ്പെട്ട തഷ്ബീഹിനക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുഅക്കദ് എന്ന് പറയും. ഇതുപോലെ അന്ത ശംസു ഫിൽ ദിയാ, അവിടെ കാഫ് നമ്മൾ കളഞ്ഞു, അദാത്ത് കളഞ്ഞു. അങ്ങെന്താണ്? സൂര്യനാണ്. ഫിൽ ദിയാ, പ്രഭയിൽ. അന്തല്ലൈസ്, നീ എന്താണ്? ഒരു സിംഹമാണെന്ന്. ഉദ്ദേശം എന്താണ്? ഒരു സിംഹത്തെ പോലെയാണെന്നുള്ളതാണ്. അപ്പൊ അദാത്ത് അവിടെ കളയപ്പെട്ടു. അപ്പൊ അദാത്ത് പറഞ്ഞാൽ മുർസലി, അദാത്ത് കളഞ്ഞാൽ എന്താണ്? മുഅക്കദ്. ഓക്കെ, അദാത്ത് പറഞ്ഞാൽ തഷ്ബീഹ് മുർസലി, അദാത്ത് കളഞ്ഞാൽ തഷ്ബീഹ് മുഅക്കദ്. ഈ തഷ്ബീഹ് മുഫസ്സൽ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിശദമായി പറയുന്ന കാര്യമാണ് അല്ലെ? അവിടെ എന്താണ്? വജ്ഹ് ശബഹുമായി ബന്ധപ്പെട്ടാണ്. വജ്ഹ് ശബഹ് പറഞ്ഞാൽ അതെന്തായിരിക്കും? തഷ്ബീഹ് മുഫസ്സലായിരിക്കും. വജ്ഹ് ശബഹ് പറയപ്പെട്ട് കഴിഞ്ഞാൽ തഷ്ബീഹ് മുഫസ്സലായിരിക്കും. ഉദാഹരണം നോക്ക്, അന്ത കശംസി, നീ എന്താണ്? അങ്ങെന്താണ്? സൂര്യനെ പോലെയാണ്. ഫിൽ ദിയാഇ, പ്രഭയിൽ. അപ്പൊ അവിടെയുള്ള വജ്ഹ് ശബഹ് എന്താണ്? വജ്ഹ് ശബഹ് മീൻസ് മുഷബ്ബഹിനെയും മുഷബ്ബഹ് ബിഹിയും പൊതുവായി കണക്ട് ചെയ്യുന്ന വിശേഷണത്തിന് എന്ത് പറയാ? വജ്ഹ് ശബഹ് എന്ന് പറയാ അല്ലെ? അന്ത കശംസി, അങ്ങെന്താണ്? സൂര്യനെ പോലെയാണ്. ഫിൽ ദിയാഇ, പ്രഭയിൽ. അതാണ് തഷ്ബീഹ് മുഫസ്സൽ എന്ന് പറയുന്നത്. അന്ത കല്ലൈസി, അങ്ങെന്താണ്? സൂര്യനെ പോലെയാണ്. ഫി ഷജാഅത്തി, ധീരതയിൽ, വൽ ഇഖ്ദാമി, മുന്നേറ്റത്തിലും. ഇവിടെ രണ്ട് വജ്ഹ് ശബഹ് പറഞ്ഞു. ഓക്കെ, അപ്പൊ വജ്ഹ് ശബഹ് പറയപ്പെട്ടതിനൊക്കെ എന്ത് പറയും? തഷ്ബീഹുൽ മുഫസ്സൽ എന്ന് പറയും. ഓക്കെ, അപ്പൊ മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറയുക, മുഅക്കദ് അദാത്ത് കളയുക, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ വജ്ഹ് ശബഹ് പറയുക. ഈ വജ്ഹ് ശബഹ് കളയുന്നതിന് എന്ത് പറയും? തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. മുജ്മലാക്കി പറയാം, ഷോർട്ടാക്കി പറയാം അല്ലെ? തഷ്ബീഹ് മുജ്മൽ എന്ന് പറഞ്ഞാൽ അതാ വജ്ഹ് ശബഹിനെ കളയുന്നതിനാണ് പറയാം. തഷ്ബീഹുൽ ലദി ഹുദിഫത് ഫീഹി വജ്ഹ് ശബഹ്, വജ്ഹ് ശബഹ് കളയപ്പെട്ട തഷ്ബീഹിനിക്ക് എന്ത് പറയും? മുജ്മൽ എന്ന് പറയും. അന്ത കശംസി, നീ അങ്ങെന്താണ്? സൂര്യനെ പോലെയാണ്. എന്ത് വിഷയത്തിലാണെന്ന് പറഞ്ഞില്ല. അന്ത കല്ലൈസി, താങ്കൾ എന്താണ്? ഒരു സിംഹത്തെ പോലെ ആണ് എന്ന് പറഞ്ഞു. എന്ത് ഫിഷജാഅത്ത് എന്നുള്ളതൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വജ്ഹു ശബഹ് കളയപ്പെടുന്ന തഷ്ബീഹിനിക്ക് എന്ത് പറയും? തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. അപ്പൊ 4 പറഞ്ഞു നമ്മള്. അദാത്ത് പറയപ്പെട്ടാൽ മുർസല്, അദാത്ത് കളയപ്പെട്ടാൽ മുഅക്കദ്, വജ്ഹു ശബഹ് പറഞ്ഞാൽ മുഫസ്സല്, വജ്ഹു ശബഹ് കളഞ്ഞാലോ മുജ്മൽ. മുജ്മൽ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം? മൊത്തം കളയാം. അദാത്തും കളയാം, വജ്ഹു ശബഹും കളയാം. സിമ്പിളാക്കാം. വളരെ നീട്ടിപ്പരത്തി പറഞ്ഞ ഇടങ്ങാറാണ്ടല്ലോ അല്ലെ? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് കാര്യം പറയാം. അത്തരം തഷ്ബീഹിന് എന്ന് പറയും തഷ്ബീഹ് ബലീഗ് എന്ന് പറയും. തഷ്ബീഹുൽ ലദി ഹുദിഫത് ഫീഹിൽ അദാത്തു വജ്ഹു ശബഹ്, അദാത്തും വജ്ഹു ശബഹും കളയപ്പെട്ട തഷ്ബീഹിനിക്ക് എന്ത് പറയും? തഷ്ബീഹുൽ ബലീഗ് എന്ന് പറയും. തഷ്ബീഹുൽ ബലീഗ്. അന്ത ശംസ് അന്ത ലൈസ് എന്ന് പറഞ്ഞു. അവിടെ കാഫ് അദാത്ത് കളഞ്ഞു. എന്താണ്? ഫിൽ ദിയാഇ എന്നുള്ളത് എന്താണ്? വജ്ഹു ശബഹു അവിടെ കളഞ്ഞു. അന്ത കല്ലൈസി ഫി ഷജാ എന്ന് പറയുന്ന കാഫും കളഞ്ഞു, ഷജാത്തും കളഞ്ഞു. അപ്പോ ഇങ്ങനെ 5 ഖിസ്മുകളാക്കി തിരിച്ചിട്ടുണ്ട്. തഷ്ബീഹിന്റെ അർക്കാനുകൾ പറയുക, കളയുക എന്നിവയുമായി ബന്ധപ്പെടുത്തി തഷ്ബീഹിനെ 5 ഖിസ്മുകളായി തിരിച്ചു. തഷ്ബീഹിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. പറയൂ. ലൈസ് എന്ന് പറയുമ്പോ അപ്പൊ മുഅക്കദിൽ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ നമുക്ക് എക്സാമ്പിൾ ഇത് തന്നിട്ട് ഏതാന്ന് ചോദിക്കുമ്പോ ബലീഗ് എന്നാണോ മുഅക്കദ്? I will explain. Yes, very good. Right question. മാഷാഅല്ലാ. അല്ലാഹു ബാരിക് ഫീക്. ഞാൻ പറയൂ കേട്ടോ, ചോദ്യത്തിൽ പറയും ഇൻഷാ അല്ലാ. ജസാക്കല്ലാഹു ഖൈർ, അഹ്സനൽ ജസാ, ബാറക്കല്ലാഹു ഫീക്. ഓക്കെ, തഷ്ബീഹുൽ ബലീഗ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് അപ്പൊ മുഅക്കദ്, അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത് തഷ്ബീഹാണ്. തഷ്ബീഹിനെ നമ്മൾ എന്താക്കി? ഖിസ്മു ചെയ്തു. ഏതിന്റെ അടിസ്ഥാനത്തിൽ? തഷ്ബീഹിന്റെ റുക്നുകളെ പറയുക, കളയുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ. തഷ്ബീഹിന്റെ റുക്നുകളെ പരാമർശിക്കുക, അതിനെ കളയുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എന്താക്കി? ഖിസ്മു ചെയ്തു. 5 ഖിസ്മുകളാക്കി തിരിച്ചു. ഒന്ന് അദാത്തുമായി ബന്ധപ്പെട്ടതാണ്. അദാത്ത് പറയുന്നതിനെ മുർസൽ എന്നും അദാത്ത് കളയുന്നതിനെ മുഅക്കദ് എന്നും പറയും. രണ്ടാമത്തത് വജ്ഹു ശബഹുമായി ബന്ധപ്പെട്ടതാണ്. വജ്ഹു ശബഹ് പറയുമ്പോൾ മുഫസ്സലാണ്, വജ്ഹു ശബഹ് കളയുമ്പോൾ അതെന്തായിരിക്കും? മുജ്മലായിരിക്കും. ഇനി ഇത് രണ്ടും, അദാത്തും വജ്ഹു ശബഹും രണ്ടും കളയുമ്പോൾ അതെന്തായിരിക്കും? ബലീഗ് ആയിരിക്കും. എന്നിങ്ങനെ 5 ഖിസ്മുകളാക്കി നമ്മൾ
തരംതിരിച്ചു. ആർക്കും ഡൗട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടെ അത് ഞാൻ പിന്നെ പറയാം. ഒരു ചോദ്യമാണ് താഴെ തന്നെ. ഇഖ്തരി ഷാദ് അൽ ബുഹൂർ അൽ തഷ്ബീഹ് അൽ ഇസ്തിആറ അൽ ഇഖ്തിബാസ്. തെറ്റായ ജോഡി, കൂട്ടത്തിൽ ഒറ്റപ്പെടാത്തത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. കൂട്ടത്തിൽ ഒറ്റപ്പെടാത്തത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. സ്പീഡാക്കാണ്. എന്താണ് ബുഹൂർ ആണ് അല്ലെ. ബാക്കി തഷ്ബീഹ് ഇസ്തിആറ ഇഖ്തിബാസ് ഒക്കെ ഇബുൽ ബലാഗയുമായി ബന്ധപ്പെട്ടതാണ്. ബുഹൂർ എന്നാണ് ഇൽമുൽ അറൂദയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്തൊരു ചോദ്യം നോക്ക്. മുഖാറനത്തുൻ ബൈന ഷൈഅൈനി യംതലിക്കാനി സിഫത്തിൻ മുസ്തരിക ഹുവ അൽ കിനായ അൽ ജിനാസ് അൽ തഷ്ബീഹ് അൽ ഇസ്തിആറ. 2019 കാറ്റഗറി 4 ചോദിച്ച ചോദ്യം. ഒരേ വീഞ്ഞ് വ്യത്യസ്ത കുപ്പിയിൽ അവതരിപ്പിച്ചാണ്. തഷ്ബീഹാണ് ആൻസർ അല്ലെ. മുഖാറനത്തും ബൈന ഷൈഅൈനി, രണ്ട് വസ്തുക്കൾ തമ്മിൽ എന്താ മുഖാറന ചെയ്യുക. യംതലിക്കാനി സിഫത്തിൻ മുസ്തരിക്കത്തു, കാരണം എന്താണ്, രണ്ടും ഒരേ വിശേഷണങ്ങൾ എന്താകുന്നുണ്ട്, അധികാരപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് തഷ്ബീഹ് നമ്മൾ പറഞ്ഞ താരീഫിന് എന്താക്കിയതാണെന്ന് വേർഡിങ് മാറ്റി ചോദിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിതാബിലുള്ള ഇബാറത്തുകളും ഇത് മാത്രം ഇങ്ങനെ കാണാതെ പഠിക്കരുത്. നമ്മൾ കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ നമുക്ക് എന്താക്കാൻ കഴിയുള്ളൂ, ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചോദ്യം 2021 കാറ്റഗറി 4 ചോദിച്ചൊരു ചോദ്യമാണ്. അതുപോലെ 2019 ചോദിച്ചിട്ടുണ്ട്. ബയാനു അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ അല്ലെ. ബയാനു അന്ന ഷൈഇൻ ഔ അഷ്യാഇൻ ഷാറകത് ഗൈറഹ ഫീ സിഫത്തിൻ ഔ അക്സറ ബി അദാത്തിൻ നഹ്വൽ കാഫ് മൽഫൂദത്തിൻ ഔ മൽഹൂലത്തൻ. ഇതാണ് എന്ത്, തഷ്ബീഹ് അല്ലെ. കാണാതെ ഇങ്ങനെ പഠിക്കണ്ട, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ് തഷ്ബീഹ്. ഇനി അടുത്തൊരു ചോദ്യം. ഇഖ്തരി ഷാദ് വദ്ഹു ശബഹ് മുനാദ തഷ്ബീഹ് മുശബ്ബഹ്. 2019 ചോദിച്ചത് കാറ്റഗറി 4. വളരെ സിമ്പിൾ ആണ് അല്ലെ. മുനാദയാണ്, ഒറ്റക്ക് എന്താണ് തഷ്ബീഹുമായി ബന്ധപ്പെട്ടതാണ്. വദ്ഹു ശബഹ് നിഖാഷുൻ ഫീ ഇൽമുൽ അറൂദ് ഇൽമുൽ മൻതിഖ് ഇൽമുൽ നഹ്വ് വസ്സർഫ് ഇൽമുൽ ബലാഗ. സ്പീഡാക്കാണ്, സമയത്തിന്റെ പരിമിതിയാണ്. ഇൽമുൽ ബലാഗ. ഇനി അടുത്തൊരു ചോദ്യം. ഇനിയാണ് നമ്മളെ ചോദ്യം വരാൻ പോകുന്നത്. നിങ്ങൾ നേരത്തെ കുറെ എല്ലാവരും എല്ലാം മനസ്സിലായി എന്നൊക്കെ 100% തലകുലിക്ക ആളുകളൊക്കെ ഉണ്ട്. ഇനിയാണ് നമ്മളെ ചോദ്യം തുടങ്ങുന്നത്. അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ. ഇവിടെയുള്ള മുഷബ്ബഹ് ബിഹി ഏത് എന്നാണ് ചോദ്യം. അൽ ഇൽമു അൽ കാഫ് അന്നൂർ അൽ ഹിദായ. അൽ ഇൽമു കന്നൂരി ഫിൽ ഹിദായ. അജ്മാഉൽ ഉലമാവാണല്ലോ എല്ലാവരും ഒരേ ആൻസർ ആണല്ലേ. നൂറാണല്ലേ. അല്ല ഇൽമു ജ്ഞാനം എന്നുള്ളത് കന്നൂര്, ഏതൊരു പ്രകാശം പോലെയാണ്. ഹിദായ അതെന്താണ്, സന്മാർഗം നയിക്കുന്ന വിഷയത്തിൽ അല്ലെ, സന്മാർഗത്തിലേക്ക് നയിക്കുന്ന വിഷയത്തിൽ എന്നാണ് പറയുന്നത്. വെരി ഗുഡ്. ഇനി അടുത്തൊരു ചോദ്യം. ഇവിടെ നമ്മൾ കുടുങ്ങ. കുറെ ബലീഗ് മുജ്മൽ മുഅക്കദ് മുഫസ്സലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചോദ്യം ഇതാണ്. വകഅന്ന ശംസൽ മുനീറത ദീനാറുൻ ജല്ലത്തുഹു ഹദാഇദുൽ വറാബി. ഇതിൽ ഇതേത് തഷ്ബീഹാണെന്നാണ് ചോദ്യം. ബലീഗാണോ, മുജ്മലാണോ, മുഅക്കദാണോ, മുഫസ്സലാണോ? ലാഹിൽ സ്വത്തുർ അൽ ആത്തി വഖ്തർ മാ യലീഖു ബിഹി മിമ്മാ ഹുവ അദ്ന. താഴെ തന്നിരിക്കുന്ന വരി കൃത്യമായി മനസ്സിലാക്കുക. എന്നിട്ട് ഓപ്ഷൻസിൽ ഏതിനോടാണ് യോജിച്ചത് എന്ന് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. വകഅന്ന ശംസൽ മുനീറത ദീനാറുൻ ജല്ലത്തുഹു ഹദാഇദുൽ വറാബി. ബിയും സിയും ഒക്കെ ആൻസർ വരുന്നുണ്ട്. എയും ഡിയും ആർക്കും വേണ്ട. ഡി വന്നു. അധിഷ്ഠിത പീഡിത പിന്നോക്ക വിഭാഗങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്നുണ്ട്. എയും വന്നു. മാഷാ അല്ലാഹ്. എല്ലാ ഓപ്ഷൻസും വന്ന സ്ഥിതിക്ക് നമുക്ക് ആൻസറിലേക്ക് പോവാം. ആൻസർ എന്താണ്? ബി ആണ്. തഷ്ബീഹ് മുജ്മലാണ്. തഷ്ബീഹ് മുജ്മലാണ്. ഐ വിൽ എക്സ്പ്ലെയിൻ. ദയവേദി നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്തായാലും പറയും. ഓക്കെ, തഷ്ബീഹ് മുജ്മൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് നിങ്ങൾ പറയണ്ട, നിങ്ങൾ എല്ലാവരും അറിവുള്ളവരാണ്. നിങ്ങൾ ദയവേദി മൈക്ക് ഓൺ ചെയ്യരുത്. പിന്നെ വജഹു ഷബഹിനെ കളയുന്നതിനേക്ക് എന്ത് പറയും? തഷ്ബീഹ് മുജ്മൽ എന്ന് പറയും. വജഹു ഷബഹിനെ പറയുന്നതിനേക്ക് എന്ത് പറയും? മുഫസ്സൽ എന്ന് പറയും. ഇവിടെ നോക്ക്. വകഅന്ന ശംസ അൽ മുനീറ, പ്രകാശിക്കുന്ന സൂര്യനായതുപോലെയുണ്ട്. ദീനാറിൽ, അതൊരു ദീനാർ പോലെയുണ്ട്. ജല്ലത്തുഹു, അതിന് കൂടുതൽ പ്രഭ നൽകി. ഹദാഇദുൽ ലറാബി, കൊല്ലന്റെ അടികൾ. അപ്പം നമ്മൾ ദീനാർ എന്ന് പറയുന്ന നാണയം, അതിനെ കൂടുതൽ ഭംഗി നൽകുന്നതാണ്
കൊല്ലൻ വീണ്ടും ഉലയിൽ വെച്ച് അടിച്ചടിച്ചടിച്ചതിന് കൂടുതൽ തിളക്കമുള്ളതാക്കി തീർക്കുന്നു. അതുപോലെയുണ്ട് ഏത് പ്രകാശിക്കുന്ന സൂര്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന് രണ്ടും തമ്മിൽ പ്രകാശിക്കുന്ന സൂര്യൻ കൊല്ലന്റെ അടിയേറ്റ് തിളങ്ങുന്ന ദീനാർ പോലെയുണ്ടെന്നാണ് പറഞ്ഞത്. ഏത് വിഷയത്തിലാണെന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ നമ്മൾ പറഞ്ഞത് ആ മനുഷ്യൻ എന്താണ്, പിന്നെ സിംഹത്തെ പോലെയാണ്. ഏത് വിഷയത്തിൽ? ധീരതയുടെ വിഷയത്തിൽ നിന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തേ പറഞ്ഞിട്ടുള്ളൂ? പ്രകാശിക്കുന്ന സൂര്യൻ കൊല്ലന്റെ അടിയേറ്റ് തിളങ്ങുന്ന ദീനാർ പോലെയാണെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന പൊതുവായ വിശേഷണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് വജുഹു ശബഹ് എന്തായിട്ടില്ല, ഇവിടെ പറയപ്പെട്ടിട്ടില്ല. വജുഹു ശബഹ് പറയപ്പെടാത്ത തഷ്ബീഹിനിക്ക് എന്ത് പറയും? തഷ്ബീഹുൽ മുജ്മിൽ എന്നാണ് പറയുക. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിച്ചാൽ മതി, വോയിസിൽ പറയരുത് കേട്ടോ. അപ്പൊ ഇതിന്റെ വരിയുടെ അർത്ഥം പഠിച്ചു നോക്കണേ. പരീക്ഷ ഹാളിൽ നിങ്ങൾ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ, പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല. അപ്പൊ വരിയുടെ അർത്ഥം കിട്ടിയില്ലെങ്കിൽ ഇതെന്താവും? ആൻസർ തെറ്റിപ്പോകും. വകഅന്ന ശംസൽ മുനീറ, പ്രകാശിക്കുന്ന സൂര്യനായതുപോലെയുണ്ട്. ദീനാറുൻ, ഏതുപോലെയുണ്ട്? ദീനാറ് പോലെയുണ്ട്. ജല്ലത്തുഹു ഹദാഇദുൽ ററാബി, അതിനെന്തായിട്ടുണ്ട്? കൊല്ലന്റെ അടികൾ അതിനെന്താക്കിയിരിക്കുന്നു? ഭംഗിയുള്ളതാക്കി തീർക്കുന്നു, തിളക്കമുള്ളതാക്കി തീർക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, തഷ്ബീഹ് മുജ്മൽ. നെക്സ്റ്റ്, മാദാ തുസമ്മി അത്തഷ്ബീഹു അല്ലദീ ഹുസിഫ മിൻഹുൽ അദാത്തു വവജ്ഹു ശബഹ്. 17ലും 22ലും 23ലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബലീഗ്, മഖ്ലൂബ്, മുഅക്കദ്, മുഫസ്സൽ. ഫുള്ളലല്ല, മുഫസ്സൽ. വളരെ സിമ്പിൾ ആണ്. ബലീഗ് ആണല്ലേ. അദാത്തും വജ്ഹു ശബഹും കളയപ്പെട്ടതിന് എന്ത് പറയും? ബലീഗ് എന്ന് പറയും. അടുത്ത ചോദ്യം, അൽ ഉമ്മ മദ്രസത്തുൻ ഹാദിഹിൽ ഖിത്അതു മിസാലുൻ ലി തഷ്ബീഹ് തംസീലി, തഷ്ബീഹുൽ മഖ്ലൂബ്, തഷ്ബീഹുൽ മുജ്മൽ, തഷ്ബീഹുൽ ബലീഗ്. തഷ്ബീഹുൽ ബലീഗ് ആണല്ലേ. അദാത്തോ വജ്ഹു ശബഹോ എന്ന് പറഞ്ഞല്ലേ. ഹസ്ൻ ഇബ്രാഹിമിന്റെ മനോഹരമായ വരികയില്ലേ, അൽ ഉമ്മ മദ്രസത്തുൻ ഇദാ ആദത്തഹ ആദത്ത ത്വയ്യിബൻ ആദത്ത ശഅബൻ ത്വയ്യിബൽ ആറാഖി എന്ന് പാടിയിട്ട് ആര് പാടുന്നുണ്ട്? ഹസ്ൻ ഇബ്രാഹിം പാടുന്നുണ്ട്. ഓക്കെ, അപ്പൊ തഷ്ബീഹുൽ ബലീഗ് ആണ്. അവിടെ അദാത്ത വജ്ഹു ശബഹോ ഒന്നും ഉണ്ടായിട്ടില്ല, പരാമർശിച്ചിട്ടില്ല. നെക്സ്റ്റ് ചോദ്യം, അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി ഫിൽ ഹിദായ. ഈ തഷ്ബീഹ് മുഅക്കദ്, മുഫസ്സൽ, മുർസൽ, എയും ബിയും തന്നിട്ടുണ്ട്. അൽ ആലിമു സിറാജ് ഉമ്മത്തിഹി ഫിൽ ഹിദായ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. എ ബി സി ഡി എല്ലാം വന്നിട്ടുണ്ട്. എല്ലാവർക്കും വോട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ്. നേരത്തെ ഒരാൾ ചോദിച്ചില്ലേ, മുഅക്കദും ബലീഗും ഒക്കെ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യും? അതിന്റെ ഉദാഹരണമാണ്. ഓക്കെ, എയും ഡി എന്ന് പറഞ്ഞാൽ മുഅക്കദുമാണ്, മുഫസ്സലാണ്. അപ്പൊ മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് പറയപ്പെടാത്തത്. അദാത്ത് പറഞ്ഞത് മുർസല്, പറയപ്പെടാത്തത് മുഅക്കദ്. ഓക്കെ, മുഫസ്സൽ എന്ന് പറഞ്ഞാൽ അദാത്ത് വജ്ഹു ശബഹ്, പറഞ്ഞത് മുഫസ്സല്, പറയപ്പെടാത്തത് മുജ്മല് എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അൽ ആലിമു, പണ്ഡിതൻ എന്ന് പറയുന്നത്, സിറാജ് ഉമ്മത്തിഹി, സമുദായത്തിന്റെ വിളക്കാണ്. സിറാജ് ഉമ്മത്തിഹി എന്നാണ് പറയേണ്ടത്. അവിടെ അദാത്ത് കളയപ്പെട്ടു, അതുകൊണ്ടാണത് മുഅക്കദാണ്. ഓക്കെ, മുഅക്കദാണ്. ഏത് വിഷയത്തിലാണ് ഒരു പണ്ഡിതൻ സമുദായത്തിന്റെ, സമൂഹത്തിന്റെ വിളക്കാകുന്നത്? ഫിൽ ഹിദായ, വജ്ഹു ശബഹാണത്, അത് പറഞ്ഞു. ഹിദായത്ത് എന്നുള്ള വിഷയത്തിൽ. അപ്പോ ആലിമിനെയും സിറാജിനെയും പരസ്പരം ബന്ധിക്കുന്ന പൊതുവായ വിശേഷണം ഏതാണ്? ഹിദായത്ത് നൽകുക എന്നുള്ള വിഷയത്തിലാണ്. ഇപ്പൊ വജ്ഹു ശബഹ് അവിടെ പറഞ്ഞു. അപ്പൊ വജ്ഹു ശബഹ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? മുഫസ്സലായിരിക്കും. വജ്ഹു ശബഹ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? മുഫസ്സലാണ്. അപ്പൊ മുഅക്കദുമാണ്, മുഫസ്സലാണ്. അപ്പോ ഓപ്ഷൻ ഡി, അതായത് എയും ബിയും ചേർന്ന് വന്നിട്ടാണ് ആൻസർ വരിക. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, അല്ല ആലിമു, പണ്ഡിതൻ, സിറാജ് ഉമ്മത്തിഹി, സമുദായത്തിന്റെ കെടാവിളക്കാണ്, ഫിൽ ഹിദായ, അതിന് സന്മാർഗം നൽകുന്ന വിഷയത്തിൽ. അപ്പോ ഓപ്ഷൻസിൽ എന്തുവരും? അവിടെ അദാത്ത് കളയപ്പെട്ടതുകൊണ്ട് മുഅക്കദാണ്, വജ്ഹു ശബഹ് പറയപ്പെട്ടതുകൊണ്ട് മുഫസ്സലുമാണ് എന്നുള്ളതാണ്. മുഅക്കദും മുഫസ്സലും. ഓപ്ഷൻ ഡി, അതായത് എയും ബിയും ചേർന്ന് വരുന്നതാണ് ആൻസർ. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. 2023 ചോദിച്ചതാണ് കാറ്റഗറി 3 കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യം, അത്തഷ്ബീഹു മാ ഹുസിഫ മിൻഹു വജ്ഹു ശബഹ്. വജ്ഹു ശബഹ് കളയപ്പെട്ട തഷ്ബീഹ്. പെട്ടെന്ന് ആൻസർ പറയട്ടെ, വളരെ ഈസി ക്വസ്റ്റ്യൻ. മുജ്മൽ, മുഅക്കദ്, ബലീഗ്, മുർസൽ.
മുഅക്കദാണ്. ഇപ്പോഴും നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഒരു പാറ്റേൺ ശ്രദ്ധിച്ച് നോക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറക്റ്റ് പിന്നെ വജഹു ഷബഹ് കളഞ്ഞാൽ അതെന്താണ്, പിന്നെ മുജ്മലാണെന്ന് പറഞ്ഞാൽ എല്ലാ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും ആൻസർ ചെയ്യും. അതേസമയം ഒരു ഉദാഹരണം തന്നിട്ട് ഇതിൽ മുജ്മലാണോ വലിയതാണോ മുഅക്കദാണോ ചോദിച്ചാൽ പലരും തെറ്റിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാണാതെ പഠിക്കുന്നതിന് പകരം കൺസെപ്റ്റ് മനസ്സിലാക്കാതെ എങ്ങനെ മുജ്മലല്ലേ ഇതെങ്ങനെ മുഅക്കദാവാ? മുഅക്കദാണോ? യെസ്, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ആൻസർ? മുജ്മലാണ്. ആൻസർ എന്താണ്? മുജ്മലാണ്. ഞാനിങ്ങനെ പ്രതീക്ഷിക്കുകയാണ് ആരും ഒന്നും പറയുന്നില്ലല്ലോ എന്നുള്ളത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും ആയിരിക്കുന്നില്ല, ഒരാളെങ്കിലും ശ്രദ്ധിച്ചല്ലോ. മാഷാ അല്ലാ. അതെന്താണ്? വജ്ഹു ഷബഹയിലെ കളയുന്ന മക്കളെ മുജ്മലാണ്. അതാണ് നിങ്ങൾ വേഗം അങ്ങ് ആൻസർ ചെയ്ത് ഒന്നും പറയാതെ അങ്ങ് പോകും. ഒന്നും കൂടി പറയാണ്, സിമ്പിൾ ആണ് സംഗതി. അദാത്ത് പറഞ്ഞാൽ മുർസല്, അദാത്ത് കളഞ്ഞാൽ എന്താണ്? മുഅക്കദ്. വജ്ഹു ഷബഹ് പറഞ്ഞാൽ മുഫസ്സല്, വജ്ഹു ഷബഹ് കളഞ്ഞാൽ എന്താണ്? മുജ്മല്. ആരുടെയൊക്കെയോ വോയിസ് ഓൺ ആകുന്നുണ്ട്, ദയവേത് മ്യൂട്ട് ചെയ്യാതെ നിങ്ങളെ. സമയമില്ല, ഇങ്ങനെ ഓരോരുത്തരും പിടിച്ച് മ്യൂട്ട് ചെയ്യാൻ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ വജ്ഹു ഷബഹ് കളഞ്ഞാൽ എന്താണ്? മുജ്മല് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെല്ലാവരും ഉണർന്നിരിക്കുന്നുണ്ട് എന്നുള്ളത് തെളിവാണ്. മാഷാ അല്ലാ. ഇനി അടുത്ത തശ്ബീഹുൽ ലദീ ദുക്ര ഫീഹി വജ്ഹു ഷബഹ് യുസമ്മ. കാറ്റഗറി 4 2023 ചോദിച്ചതാണ്. തശ്ബീഹുൽ മഖ്ലൂബ്, തശ്ബീഹുൽ മുഫസ്സിൽ, തശ്ബീഹുൽ മുഅക്കദ്, തശ്ബീഹുൽ ബലീഗ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പോവാം. ഏകദേശം 1.5 മണിക്കൂർ ആവാനായി. നിങ്ങൾക്ക് തന്നെ മടുത്തു തുടങ്ങിയിട്ടുണ്ടാവണം. ഓക്കെ, ഞാൻ സ്പീഡാക്കാണ്. തശ്ബീഹ് മുഫസ്സിലാണ് അല്ലേ? വജ്ഹു ഷബഹ് പറഞ്ഞാൽ മുഫസ്സിൽ, കളയപ്പെട്ടാൽ മുജ്മൽ. പിന്നെ തശ്ബീഹുൽ മുജ്മൽ. തശ്ബീഹുൽ മുജ്മൽ തശ്ബീഹുൽ മുജ്മലാണ് ചോദ്യം. വോയിസിൽ പറയരുത് ദയവേത്. മുജ്മലാണ്. കുറെ ആളുകൾ എയും സിയും ഡി ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. മുജ്മൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മാലം യുസദ്ദിഹ് ഫീഹി ബിദിക്രി വജ്ഹു ഷബഹ്. വജ്ഹു ഷബഹ് പറയപ്പെടാത്ത, വ്യക്തമാക്കാത്തതാണ് എന്ത്? മുജ്മൽ അല്ലേ? നമ്മൾ എന്തിനാണ് കൺഫ്യൂസ്ഡ് ആവുന്നത്? ഒന്നുകൂടി ഞാൻ പറയാണ്, എന്നിട്ടും ഈസിയായ ക്വസ്റ്റ്യൻ തെറ്റിക്കുന്നു. മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറയുന്നത്. മനസ്സിലാക്കി വെക്കുക. മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറയുന്നത്. മുഅക്കദ് എന്ന് പറഞ്ഞാൽ അദാത്ത് കളയുന്നത്. ഓക്കെ, മുർസല് അദാത്ത് പറയുന്നത്, മുഅക്കദ് അദാത്ത് കളയുന്നത്. ഇനി മുഫസ്സൽ എന്ന് പറയുന്നത് വജ്ഹു ഷബഹ് പറയുന്നത്. വജ്ഹു ഷബഹ് പറയുന്നത് മുഫസ്സല്. വജ്ഹു ഷബഹ് കളയുന്നത് ഏത്? മുജ്മല്. മുജ്മലയുടെ തശ്ബീഹ് മുജ്മല ചോദിച്ചത്. അവിടെ എന്താണ്? മാലം യുസദ്ദിഹ്, വ്യക്തമാക്കിയിട്ടില്ല, ഫീഹി അതിൽ, ബിദിക്രി വജ്ഹു ഷബഹ്, വജ്ഹു ഷബഹിനെ പറയൽ, അതായത് വജ്ഹു ഷബഹിനെ അവിടെ പറഞ്ഞിട്ടില്ല എന്നർത്ഥം. അതെന്താണ്? മുജ്മലാണ്. ഓപ്ഷൻ സി ആണെങ്കിൽ എന്താണ്? മായദുക്കുൽ ഫീഹി വജ്ഹു ഷബഹ് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? മുഫസ്സലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ബേസിക് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് എത്തുമ്പോൾ പിന്നെ നിങ്ങൾ ആകെ കൂടി തലകറങ്ങും. പ്രശ്നം എന്താ വെച്ചാൽ അവിടെ മാ എന്ന് പറയുന്ന നഫീന്റെ മാന്നാക്കിയാലും വിചാരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം മായദുക്കുറു എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കട്ടോ. ഇനി അടുത്ത ചോദ്യം. മിൻ അഖ്സാമി തശ്ബീഹ് മുറശ്ശഹ, മുജറദ, മുത്ലഖ, മഖ്ലൂബ്. തശ്ബീഹുൽ മഖ്ലൂബ്. തശ്ബീഹുൽ മഖ്ലൂബ് മുറശ്ശഹി, മുജറദ്, മുത്ലഖ, ഇസ്തിആറയിൽ വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം. തശ്ബീഹുൽ ലദീ യകൂനു ഫീഹി വജ്ഹു ഷബഹ് ഫീഹി സൂറത്തൻ മുൻതസിഅത്തൻ മിൻ ഇദ്ദത്തി അഷ്യാഇ. തശ്ബീഹുൽ ളിംനി, തശ്ബീഹുൽ മുർസൽ, തശ്ബീഹുൽ തംസീൽ, തശ്ബീഹുൽ മുഅക്കദ്. തശ്ബീഹു തംസീലി എന്നുള്ളതാണ്. തശ്ബീഹു തംസീലി എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. തശ്ബീഹുൻ ലാ യുളഅ ഫീഹി തുറഫ തശ്ബീഹി ഫീ സൂറത്തി തശ്ബീഹിൽ മഅറൂഫ. തശ്ബീഹുൽ മഖ്ലൂബ്, തശ്ബീഹുൽ തംസീൽ, തശ്ബീഹുൽ ളിംനി, തശ്ബീഹുൽ മുറക്കബ്. ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മൾ പറയും, സുദീകരിക്കും കേട്ടോ. തശ്ബീഹുൽ ളിംനിയാണ്. തശ്ബീഹുൽ ളിംനിയാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. കഅന്നമൽ മാഅ ഫീ സ്വഫാഇൻ വഖദ് ജറ ദാഇബൽ ലുജൈൻ. ദാഇബുൽ ലുജൈൻ എന്ന് പറയുന്നത് ഈ കവിതയിൽ ഏതിന്റെ സ്ഥാനത്താണ്? മുഷബ്ബഹാണോ, വജ്ഹു ഷബഹാണോ, അദാത്തു ഷബഹാണോ, മുഷബ്ബഹ് ബിഹി ആണോ?
ലാഇബുൽ ലുജൈനി എന്ന് പറയുന്നത് ഈ കവിതയിൽ മുഷബ്ബഹാണ്, വജ്ഹു ഷബ്ബഹാണ്, അദാത്തു ഷബ്ബഹാണ്, മുഷബ്ബഹ് ബിഹിയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. വ്യത്യസ്തമായ ആൻസറുകൾ ഉണ്ട്. ഓപ്ഷൻ ഡി ആണ്, മുഷബ്ബഹ് ബിഹിയാണ്. അതിന്റെ അർത്ഥം നോക്കാം. കഅന്നമൽ മാ, വെള്ളമായതുപോലെയുണ്ട്, ഫി സഫാഇൻ, അതിന്റെ തെളിമയിൽ. വെള്ളം ആയതുപോലെയുണ്ട് അതിന്റെ തെളിമയിൽ. അപ്പൊ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടി. അപ്പൊ വെള്ളത്തെയാണ് തശ്ബീഹ് ചെയ്യുന്നത്. അപ്പൊ തശ്ബീഹ് ചെയ്യുന്നത് എന്തിനെയാണോ അതിനാണ് നമ്മൾ മുഷബ്ബഹ് എന്ന് പറയാം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. അപ്പൊ മാ എന്നുള്ളതാണ് മുഷബ്ബഹാണെന്ന് മനസ്സിലായി. ഫി സഫായിൻ, അതിന്റെ തെളിമയിൽ. ഇപ്പൊ വെള്ളത്തിന്റെ തെളിമ ഏതോ ഒന്നിനോട് പങ്കു ചേർന്നിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ രണ്ടിനെയും പരസ്പരം കോമൺ ആയി കണക്ട് ചെയ്യുന്ന വിശേഷണമാണ് സഫ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണ്? സ്വാഭാവികമായിട്ടും പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും വജ്ഹു ഷബ്ബഹാണ് എന്നുള്ളത്. എന്തിനോട്? കഅന്നമൽ മാ, വെള്ളമായതുപോലെയുണ്ട്, ഫി സഫായിൻ, തെളിമയിൽ. വഖദ് ജറാ ദാഇബൽ ലുജൈൻ, ഒഴുകുന്ന വെള്ളി വെള്ളം പോലെയുണ്ട്. ദാഇബൽ ലുജൈൻ എന്ന് പറഞ്ഞാൽ വെള്ളി വെള്ളം. വെള്ളി ഉരുക്കിയാൽ കിട്ടുന്ന വെള്ളത്തെയാണ് വെള്ളി വെള്ളം ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെട്ടിത്തിളങ്ങുന്ന നിറമുള്ളതായിരിക്കും. അപ്പൊ അതുപോലെയുണ്ട് എന്നാണ് പറയുന്നത്. കഅന്നമൽ മാ, വെള്ളമായതുപോലെയുണ്ട്, ഫി സ്വഫായിൻ, അതിന്റെ തെളിമയിൽ. ഏതുപോലെയുണ്ട്? വഖദ് ജറാ ദാഇബൽ ലുജൈൻ, വെള്ളി വെള്ളം ഒഴുകുന്നത് പോലെയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ വെള്ളി വെള്ളത്തെയാണ് ഇവിടെ ചോദിക്കുന്നത്, ദാഇബുൽ ലുജൈൻ. അപ്പൊ എന്താണത്? മുഷബ്ബഹ് ബിഹിയാണ്. അതിനോടാണ് എന്തിനെ സാദൃശ്യപ്പെടുത്തിയത്? മാഇനെ, വെള്ളത്തെ സാദൃശ്യപ്പെടുത്തിയത്. സാദൃശ്യപ്പെടുത്താനുള്ള കാരണം എന്താണ്? സ്വഫാ എന്നുള്ളതാണ്. ഈ തശ്ബീഹ് എന്താണ് ഇവിടെ? തശ്ബീഹ് താമാണ് അല്ലെ, മുഴുവനുണ്ട്. കഅന്ന എന്നുള്ള അദാത്ത് പറഞ്ഞു, മാ എന്നുള്ള മുഷബ്ബഹ് പറഞ്ഞു, ഫി സഫ എന്നുള്ള വജ്ഹു ഷബ്ബഹ് പറഞ്ഞു, ദാഇബുൽ ലുജൈനി എന്നുള്ള മുഷബ്ബഹ് ബിഹിയും പറഞ്ഞു. ഇതെന്താണ്? താമാണ് എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി അർക്കാന തശ്ബീഹിയ സലാസ അർബ ഖംസ സിത്ത. ഈ ഓപ്ഷൻ മൊത്തം തെറ്റല്ല അല്ലെ, സമാനിയല്ലേ? യാ, എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അർബഅത്ത്, അർക്കാന തശ്ബീഹി അർബഅത്തുൻ. തശ്ബീഹിന്റെ റുക്നുകൾ എത്രയാണ്? 4 എണ്ണമാണ്. ഇനി അടുത്തൊരു ചോദ്യം. كأن أخلاقك في لطفها ورقة فيها نسيم الصباح المشبه في البيت. അതിലുള്ള മുഷബ്ബഹ് ഏത് എന്നാണ് ചോദ്യം. رقة فيها نسيم الصباح لطفها أخلاقك. മുഷബ്ബഹാണ് പറയേണ്ടത് കേട്ടോ. സ്ലൈഡ് മാറിയിട്ടില്ല കേട്ടോ. സ്ലൈഡ് മാറിയിട്ടില്ല, സോറി. ഐ തിങ്ക് ഇറ്റ്സ് നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ചെയ്തല്ല. ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ സ്ക്രീൻ റീഷെയർ ചെയ്യുന്നുണ്ടോ? ഓക്കെ അല്ലേ? യാ, ആൻസർ പറഞ്ഞു. കഅന്ന അഖ്ലാഖുക ഫീ ലത്ഫിഹാ വരിഖത്തിൻ ഫീഹാ നസീമ സ്വബാഹ്. ഇവിടെയുള്ള മുഷബ്ബഹ് ഏതെന്നാണ് പറയുന്നത് കേട്ടോ. മുഷബ്ബഹ് ഏതാണെന്ന് പറയേണ്ടത്.